ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ നമ്മുടെ SSLC 10th നമ്മൾ ഹെൽത്ത് ആൻഡ് ഇമ്മ്യൂണിറ്റി കെയർ എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ നമുക്കറിയാം എന്താണ് ആരോഗ്യം എന്ന്, അഥവാ എന്താണ് നമ്മുടെ ഹെൽത്തിനെ പറ്റിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹെൽത്ത് അഥവാ ആരോഗ്യം എന്ന് പറഞ്ഞാൽ എന്താടാ? ഹെൽത്ത് അഥവാ ആരോഗ്യം എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സൺ അസുഖമില്ലാത്ത അവസ്ഥയാണ് ആരോഗ്യമെന്നാണ് പണ്ട് കാലങ്ങളിൽ, ആദ്യകാലങ്ങളിൽ പറഞ്ഞിരുന്നത് അല്ലെ. പറഞ്ഞെപ്പോഴും പറയോ അല്ലെ, അസുഖമില്ല എന്നാ നീ ആരോഗ്യവാനാണ് എന്ന് പറയോ അല്ലെ. പക്ഷെ ആക്ച്വലി അതാണോ ആരോഗ്യം എന്ന് പറഞ്ഞാൽ, അഥവാ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ? അല്ല. ഒരു പേഴ്സൺ ഫിസിക്കലിയും ശാരീരികമായും മാനസികമായും അതുപോലെ തന്നെ ഫിസിക്കലി, മെന്റലി, പിന്നെ എങ്ങനെയാണ് ഫിസിക്കലി, മെന്റലി, സോഷ്യലി, സാമൂഹികപരമായി ആ പേഴ്സൺ ഓക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങളിൽ അവർ ഓക്കെ ആണെങ്കിലാണ് എന്ത് പറയുന്നത്? ദാറ്റ് പേഴ്സൺ ഈസ് എ ഹെൽത്തി പേഴ്സൺ എന്ന് പറയുന്നത്. ദ കംപ്ലീറ്റ് സ്റ്റേറ്റ് ഓഫ് എ പേഴ്സൺ ഹൂ ഈസ് ഫിസിക്കലി, മെന്റലി, സോഷ്യലി, അതുപോലെ തന്നെ വെൽ ബീയിങ് ആയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആരോഗ്യം അഥവാ ഹെൽത്ത് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഈ പറയുന്ന ഹെൽത്ത്, ഈ ഹെൽത്ത് എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? ഒന്നെന്ന് പറഞ്ഞ ഹൗ ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഹൗ, എങ്ങനെ നമുക്ക് ഇത് കിട്ടുന്നു? ഹെൽത്ത് എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? ദ ഫസ്റ്റ് മെയിൻ തിങ് എന്താ? നമ്മുടെ ലൈഫ് സ്റ്റൈൽ അല്ലെ, ജീവിത സാഹചര്യം അല്ലെങ്കിൽ ജീവിത ശൈലി എന്ന് പറയുന്നത്. പിന്നെ എന്താണ്? ജീവിതശൈലിയിലായതുകൊണ്ട് തന്നെ ഈ പറയുന്ന ജീവിതശൈലികൾ കൊണ്ടുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളിൽ കുറേ കാര്യങ്ങൾ നമ്മളെ എന്താക്കുന്നു? ഹെൽത്തിനെ നശിപ്പിക്കാൻ വരുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാത്തോജൻസുകൾ എന്ന് പറയുന്നത് അല്ലേ. ഈ പാത്തോജൻസുകൾ അല്ലാതെ എങ്ങനെയാണ് നമ്മളുടെ ലൈഫിൽ മറ്റു രീതിയിൽ രോഗങ്ങൾ, ആരോഗ്യത്തിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാവുന്നത്? ഡ്രഗ്സ്, ആൽക്കഹോൾ അല്ലെ, മദ്യപാനം, അതുപോലെ എന്താണ് മറ്റു രീതിയിലുള്ള പൊല്യൂഷൻസ്, ഹെറിഡിറ്ററി, നമ്മുടെ മലിനീകരണം, അതുപോലെ തന്നെ ഹെറിഡിറ്ററി, പാരമ്പര്യമായി, ഓക്കെ, ഇത്തരം രീതിയിലൊക്കെ നമുക്ക് എന്ത് വരാം? ആരോഗ്യ പ്രശ്നങ്ങൾ വരാവുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഒരു മനുഷ്യൻ അയാളുടെ ആരോഗ്യം എന്ന് പറഞ്ഞാൽ എന്താടാ? ആരോഗ്യം എന്ന് പറഞ്ഞാൽ അയാൾ സോഷ്യലി, മെന്റലി, ഫിസിക്കലി ഓക്കെ ആണെങ്കിൽ, വെൽ ബീയിങ് ആണെങ്കിൽ, ഹീ ഈസ് എ ഹെൽത്തി പേഴ്സൺ. ഇയാളുടെ ഹെൽത്തിനെ എങ്ങനെയൊക്കെ ബാധിക്കാം? ഡ്രഗ്സ്, ആൽക്കഹോള്, ജീവിതശൈലികൾ കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ, പിന്നെ എന്താണ് ഹെറിഡിറ്ററിയിൽ, ഇവർക്കൊക്കെ പ്രശ്നം വരുന്നത് എന്താണ്? ഇങ്ങനെയൊക്കെ പ്രശ്നം വരാം. അപ്പോൾ ഈ പ്രശ്നത്തിനെ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാം? ഹൗ വി ക്യാൻ പ്രിവെന്റ്, പ്രതിരോധം അല്ലെ. പ്രതിരോധിക്കാൻ എങ്ങനെ സാധിക്കുന്നു? പ്രതിരോധം അഥവാ നമ്മുടെ പ്രിവെൻഷൻ അല്ലെ. പ്രിവെൻഷൻ എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത്? പ്രധാനമായിട്ടും ദ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത്, അതും നമുക്ക് പറയാം എങ്ങനെയാണ്? ജീവിതശൈലി അല്ലെ. നമ്മളുടെ ജീവിതശൈലി തന്നെ കുറേ മെച്ചപ്പെടുത്തി എന്ത് പറ്റുന്നു? മാറ്റങ്ങൾ സംഭവിക്കുന്നു അല്ലെ. അപ്പൊ ഈ പറയുന്ന മാറ്റങ്ങളിലേക്ക് കടന്നു വരുന്ന ആൾക്കാരെ, ഈ പ്രിവെൻഷനെ മറികടന്ന്, പ്രതിരോധത്തിനെ മറികടന്ന് വരുന്ന ആൾക്കാരെ നമ്മൾ എന്ത് വിളിക്കും? ആൾക്കാരെ നമ്മൾ എന്ത് പറയുന്നത്? ഈ പറയുന്ന കീടാണുക്കൾ അല്ലെ. ഈ കീടാണുക്കളെ മൊത്തത്തിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? നമ്മൾ വിളിക്കുന്ന പേരാണ് ആന്റിജൻസുകൾ എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആന്റിബോഡീസുകൾ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ശരീരത്തിൽ എത്തിവരുന്ന ആന്റിജൻസുകളെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാക്കുന്നതാണ് ആന്റിബോഡീസുകൾ. അപ്പൊ നമ്മുടെ ശരീരത്തിൽ കയറുന്ന ആന്റിജൻസ് ഏതൊക്കെയായിരിക്കും മക്കളെ? അറിയോ? ആ ആന്റിജൻസുകൾ എന്ന് പറയുന്നത് ഒന്ന് ആരായിരിക്കാം? ദ മോസ്റ്റ് പവർഫുൾ തിങ് നമ്മുടെ പാത്തോജൻസുകളാണ്. പാത്തോജൻസുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? രോഗാണുക്കൾ അഥവാ കീടാണുക്കൾ, പാത്തോജൻസുകൾ. പിന്നെ എങ്ങനെയൊക്കെ നമ്മുടെ ശരീരത്തിന് ഈ പ്രതിരോധം മറികടന്ന ആൾക്കാർ വരാം? കുറെ അലർജൻ ഫാക്ടേഴ്സുകൾ. ആരൊക്കെയാണ്? പോളൻ ഗ്രെയിൻസ് അല്ലെ, പൂമ്പൊടികൾ, പോളൻ ഗ്രെയിൻസ്. സം ഫുഡ് ഐറ്റംസ് അല്ലെ, ചില ഫുഡ് ഐറ്റംസുകൾ നമുക്ക് എന്താ? അലർജി കോസ് ചെയ്യുന്നുണ്ട്. ദേ ആർ ആക്ടിങ് ആസ് ആൻ ആന്റിജൻ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ? കുറച്ച് കെമിക്കൽസുകൾ, രാസവസ്തുക്കൾ, ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? ആന്റിജൻസുകളായി ആക്ട് ചെയ്യുന്നുണ്ട്.
ആന്റിജൻസുകളായി ആക്ട് ചെയ്യുന്നുണ്ട്. ഈ ആന്റിജൻസുകൾ ഈ രാസവസ്തുക്കളായിക്കോട്ടെ അതുപോലെ തന്നെ വസ്തുക്കളായിക്കോട്ടെ, അതുപോലെ തന്നെ നമ്മളുടെ പൂമ്പൊടികൾ അല്ലെ, പൂക്കളിൽ കാണുന്ന പൂവിന്റെ പൊടികൾ അല്ലെ, പൂവിന്റെ പൊടികൾ, പൂമ്പൊടികൾ, ഓക്കെ, പരാഗണ സമയത്ത് നടക്കുന്ന പോളൻ ഗ്രെയിൻസുകളായിക്കോട്ടെ, എല്ലാവരെയും നമുക്ക് കോമൺ ആയിട്ട് ഈ ആന്റിജൻസുകളായിട്ടാണ് നമ്മൾ വിളിക്കുന്നത്. പാത്തോജൻസുകൾ, രോഗാണുക്കൾ അല്ലെ, രോഗാണുക്കൾ. ഓക്കെ, ഇവരെല്ലാവരും ആരാണ്? ആന്റിജൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നവരാണ് നമ്മുടെ ശരീരത്തിൽ. ഇവരെ നമ്മുടെ ശരീരത്തിൽ നിന്നും ശരീരത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ് എന്ത്? നമ്മുടെ ഇമ്മ്യൂണിറ്റി അഥവാ പ്രതിരോധം. ഇമ്മ്യൂണിറ്റി അഥവാ പ്രതിരോധം. ഓക്കെ, ഇമ്മ്യൂണിറ്റി അഥവാ പ്രതിരോധ ശേഷി എന്നൊക്കെ നമ്മൾ പറയും അല്ലെ, പ്രതിരോധ ശേഷി, പ്രതിരോധം. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ ഇമ്മ്യൂണിറ്റി അഥവാ പ്രതിരോധം എന്ന് പറഞ്ഞാൽ എന്താ? ദ എബിലിറ്റി ഓഫ് എ ബോഡി ടു പ്രിവെന്റ് ദി എൻട്രി ഓഫ് ദീസ് ആന്റിജൻസ് അല്ലെങ്കിൽ പാത്തോജൻസുകൾ നമ്മുടെ ശരീരത്തേക്ക് കയറാൻ അനുവദിക്കാത്ത ആളാണ് അല്ലെങ്കിൽ ഒരു പ്രക്രിയയാണ് എന്ത്? ഇമ്മ്യൂണിറ്റി അഥവാ പ്രതിരോധം എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന രോഗാണുക്കൾ 2 തരത്തിലാണ് ഇമ്മ്യൂണിറ്റി വരുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ അത്രമേൽ ഇങ്ങനെ വളരെ രീതിയിൽ ഭയങ്കര കടുംപിടുത്തത്തിൽ നമ്മുടെ ബോഡി നിൽക്കുക, ഒറ്റണത്തിലും കയറ്റത്തില്ലടാന്നും പറഞ്ഞ് അങ്ങനെ കയറ്റാതെ പിടിച്ചു നിർത്തുന്ന ഫസ്റ്റ് വണ്ണാണ് ഇത് പ്രൈമറി ഇമ്മ്യൂണറി സിസ്റ്റം എന്ന് നമ്മൾ വിളിക്കുന്നത്. ജസ്റ്റ് ഒന്നും ഓർക്കണ്ട, ഇപ്പൊ പറയണ ജസ്റ്റ് ഒന്ന് കേട്ടാൽ മതി. ഇനി ഈ പ്രൈമറി ഇമ്മ്യൂണറി സിസ്റ്റത്തിനെയും നൈസായിട്ട് കടത്തി വെട്ടി കുറച്ച് രോഗാണുക്കൾ കയറി എന്ന് വിചാരിച്ചോ, പിന്നെ അവന്മാരുടെ കാര്യം പോക്ക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളില് പ്ലാൻ ബി ഉണ്ട്, സെക്കൻഡറി ഇമ്മ്യൂണറി സിസ്റ്റം അല്ലെങ്കിൽ സെക്കൻഡറി ഇമ്മ്യൂണറി റെസ്പോൺസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 2 കാര്യങ്ങളാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. അപ്പോൾ ഇമ്മ്യൂണിറ്റി അഥവാ പ്രതിരോധം നമുക്ക് 2 തരത്തിലുണ്ട്, മറ്റേത് 2 സ്റ്റേജസ്. ഇനി 2 തരത്തിൽ നമ്മുടെ ശരീരത്ത് ഇമ്മ്യൂണിറ്റി അഥവാ പ്രതിരോധം കാണിക്കുന്നുണ്ട്. അതിലെ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ജന്മനാ കിട്ടുന്ന ഇമ്മ്യൂണിറ്റി ആണ്, നമ്മൾക്ക് ബൈ ബർത്ത് കിട്ടുന്ന ഇമ്മ്യൂണിറ്റി ആണ് ദ ഫസ്റ്റ് വൺ. ആൻഡ് അവരാണ് നമ്മുടെ ഇനേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. എന്താണ് ഇനേറ്റ് ഇമ്മ്യൂണിറ്റി അഥവാ ജന്മനാ കിട്ടുന്ന ഇമ്മ്യൂണിറ്റി അഥവാ ഇനേറ്റ് ഇമ്മ്യൂണിറ്റി അഥവാ ജന്മന നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ നമ്മളുടെ എന്താ പറയാ സഹജ ഇമ്മ്യൂണിറ്റി, സഹജ പ്രതിരോധം എന്ന് നമ്മൾ പറയും. എന്താണ് സഹജ പ്രതിരോധം? സഹജ ഇമ്മ്യൂണിറ്റി അഥവാ സഹജ പ്രതിരോധം. ജന്മന ഇമ്മ്യൂണിറ്റി അഥവാ ജന്മന പ്രതിരോധം അഥവാ സഹജ പ്രതിരോധം എന്ന് നമ്മൾ പറയുന്നത്. ഇനി രണ്ടാമത്തെ ഇമ്മ്യൂണിറ്റി ആണ് ഇത് അക്വയർഡ് ഇമ്മ്യൂണിറ്റി. അക്വയർഡ് ഇമ്മ്യൂണിറ്റി അഥവാ എന്താണ് ആർജിത ഇമ്മ്യൂണിറ്റി, ആർജിത പ്രതിരോധം. ഇങ്ങനെ 2 രീതിയിലുള്ള പ്രതിരോധങ്ങളാണ് നമ്മളുടെ ബോഡിക്ക് ഉള്ളത്. ഓക്കെ, ഒന്ന് നമുക്ക് ജന്മനാ കിട്ടുന്നത്, 2 നമ്മൾ ആർജിച്ചെടുക്കുന്നത്, നമ്മുടെ ബർത്തിന് ശേഷം നമ്മൾ ആർജിച്ചെടുക്കുന്ന ഇമ്മ്യൂണിറ്റി. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് സഹജ ഇമ്മ്യൂണിറ്റി, സഹജ പ്രതിരോധം അഥവാ ഇനേറ്റ് ഇമ്മ്യൂണിറ്റി എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ഇനേറ്റ് ഇമ്മ്യൂണിറ്റി അഥവാ സഹജ ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ ശരീരത്തിൽ അസുഖം പിടിക്കാൻ എളുപ്പമാണ്. കാരണം എന്താ, നമ്മുടെ ശരീരത്തിൽ ഇഷ്ടം പോലെ എന്തുണ്ട്, ഓപ്പണിങ്സ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ ഫേസ് എടുത്ത് നോക്കിക്കോ, ചെവി, മൂക്ക്, വായ എല്ലാം ഓരോ ഓപ്പണിംഗ് ആണല്ലോ. ഇവിടെ 2 ഓപ്പണിംഗ് ഉണ്ട്, ഇവിടെ 2 ഓപ്പണിംഗ് ഉണ്ട്, ഓരോ ഓപ്പണിംഗ് ഉണ്ട് അല്ലെ. അപ്പോൾ ഈ ഓപ്പണിങ്സിലൂടെ 1 2 3 4 5 പ്രധാന ഓപ്പണിംഗ് നമ്മുടെ ഫേസിൽ തന്നെ ഉണ്ട്. ഈ ഫേസിൽ ഓപ്പണിംഗ് ഉണ്ടായിട്ടും എന്തുകൊണ്ടിട്ടാടാ നമുക്ക് എപ്പോഴും പനിയൊന്നും പ്രശ്നങ്ങളൊന്നും വരാത്തെ? കാരണം എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്ര ധൈര്യത്തോടു കൂടി വായും ചെവിയും കണ്ണൊക്കെ തുറന്നിരിക്കുമ്പോൾ ഒരുത്തം പോലും കയറാൻ മടിക്കുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഫേസിന്റെ കേസിലായിക്കോട്ടെ ദ ഫസ്റ്റ് വൺ ആണ് ആര്, ഐ എന്ന് പറയുന്നത് അല്ലെ. കണ്ണിന്റെ പ്രത്യേകത എന്താണ്? കണ്ണിൽ ആരുണ്ട്? കണ്ണുനീരുണ്ട്, ഈ ടീയറുണ്ട് അല്ലെ. കണ്ണുനീരിൽ ആരുണ്ടെന്നറിയോ? ലൈസോസൈം എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ട്, ലൈസോസൈം. ഓക്കെ, സ്പെല്ലിംഗ് ശ്രദ്ധിക്കണേ, ലൈസോസോം അല്ല ലൈസോസൈം ആണ് കേട്ടോ, ലൈസോസൈം. ഓക്കെ, ലൈസോസൈം എൻസൈം. ഈ ലൈസോസൈം എൻസൈം എന്താ ചെയ്യണേന്ന് അറിയോ? നമ്മുടെ കണ്ണിലൂടെ ഓക്കെ, പിന്നെ കാണുന്ന വേറൊരു സ്ഥലത്താണ് നമ്മുടെ മൗത്തിൽ ആരുണ്ട്? പല്ലുണ്ട്, നാക്കുണ്ട്, പിന്നെ പ്രധാനപ്പെട്ട ഒരു സാധനമുണ്ട്, ഉമിനീര് അഥവാ തുപ്പൽ അഥവാ സലൈവ അല്ലെ.
ഈ സലൈവയിലും ഈ പറയുന്ന വ്യക്തി ഇവിടെയുമുണ്ട്. ഇവർ രണ്ടുപേരും കൂടെ നമ്മുടെ വായിലൂടെയോ കണ്ണിലൂടെയോ കയറിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? നമ്മുടെ ആന്റിജൻസുകളെ എന്ത് ചെയ്യുന്നു? ആന്റിജൻസുകളെ കൊന്നുകളയുന്നു. ആന്റിജൻസുകളെ ഒരു മിനിറ്റ് ടാടാ. ഓക്കെ, ആന്റിജൻസുകളെ കൊന്നുകളയുന്നുണ്ട്. ആന്റിജൻസിനെ അവിടെ കൊന്നുകളയാൻ സഹായിക്കുന്നു. ആര്? ലൈസോസൈം കൊന്നുകളയാൻ സഹായിക്കുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? അപ്പോൾ ആദ്യത്തെ രണ്ടാൾ, അതായത് നമ്മുടെ കണ്ണുകൾ, 3 ആൾക്കാരെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 2 കണ്ണ് 1 വാ അല്ലേ? ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ മൂക്കിന്റെ ചേട്ടനെ പറ്റിയിട്ടാണ്. ഓക്കെ, ഇപ്പോ മൂക്ക് ചേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ ഇനേറ്റ് ഇമ്മ്യൂണിറ്റിയിൽ ആദ്യത്തെ 2 ആൾക്കാരെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ മൂക്ക് എങ്ങനെയാണ്. മൂക്ക് എന്ന് പറയുന്ന ഓപ്പണിംഗ് എങ്ങനെയാണ് ഇത്ര പ്രൊട്ടക്റ്റഡ് ആയിട്ടിരിക്കുന്നത്? കാരണം എന്താന്ന് പറഞ്ഞാൽ നമുക്കറിയാം. എന്താണ്? നമ്മുടെ മൂക്കിൽ ആരുണ്ട്? മ്യൂക്കസ് ഉണ്ട്. മ്യൂക്കസ് അല്ലേ? മ്യൂക്കസ് എന്ത് ചെയ്യുന്നുണ്ട്? മ്യൂക്കസ് നമ്മുടെ ബോഡിയിൽ, നമ്മുടെ ഉള്ളിൽ കയറുന്ന ഈ പറയുന്ന മ്യൂക്കസ് മെംബ്രെയിനും കൂടെ എന്നാ ചെയ്യുന്നുണ്ട്? നമ്മളുടെ അകത്ത് കയറുന്ന പാത്തോജൻസുകളെ കൊന്നുകളയുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ പറയുന്ന ചേട്ടന് നമുക്ക് കുറച്ച് സ്ഥലങ്ങളിലൂടെ കാണും, അത് നമുക്ക് പഠിക്കാം. ഓക്കെ, അങ്ങനെ നോസും കഴിഞ്ഞു, 4 ആൾക്കാരെയും കഴിഞ്ഞു. 5 ആൾക്കാരെയും കഴിഞ്ഞു. പരിപാടി കഴിഞ്ഞു. ഫേസിൽ തന്നെ ഇത്രയും പ്രൊട്ടക്ഷൻ നമുക്ക് തരുന്നുണ്ട് അല്ലേ? ഇനി നോക്കിക്കേ, ഇനി നമ്മൾ ചെവി ഉണ്ട് അല്ലേ? ചെവി, ഇയറിനെ സംബന്ധിച്ച് എങ്ങനെയാണ്? ഇയറിൽ ആരുണ്ട്? ഓക്കെ, ഇയറിനെ സംബന്ധിച്ച് എങ്ങനെയാടാ? ഇയറിൽ ആരുണ്ട്? നമ്മുടെ കർണത്തിൽ ആരുണ്ട്? ചെവിയിൽ ആരുണ്ട്? കർണ മെഴുക് അല്ലേ? ചെവിയിലുള്ള മെഴുക് അഥവാ നമ്മുടെ വാക്സ് എന്ത് ചെയ്യുന്നുണ്ട്? വാക്സും എന്താക്കുന്നുണ്ട്? നമ്മുടെ അകത്ത് കയറുന്ന പാത്തോജൻസുകളെ അവിടെ തന്നെ ട്രാപ്പ് ചെയ്ത് നീ കയറണ്ട, നീ അവിടെ ഇരിക്കടാ എന്ന് പറഞ്ഞ് ചെവിനെ പ്രൊട്ടക്ട് ചെയ്ത് വെക്കുന്നു. നമ്മുടെ ഫേസ് കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് താഴത്തോട്ട് പോകാം അല്ലെ? കുറച്ച് താഴത്തോട്ട് പോകുന്ന ഭാഗമാണ് ഫേസ് കഴിഞ്ഞു. ഇനി നോക്കിക്കേ, നമ്മുടെ ശരീരത്തിൽ അടുത്ത സെറ്റ് ഓഫ് ഭാഗം നമ്മുടെ ലങ്സ് വരുന്നുണ്ട് അല്ലെ? ലങ്സിന്റെ കേസ് നോക്കിക്കേ നിങ്ങള്. ലങ്സിന്റെ കേസിലാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞത് നമ്മുടെ മ്യൂക്കസ് ചേട്ടനില്ലേ? മ്യൂക്കസ് ചേട്ടനും മ്യൂക്കസ് മെംബ്രെയിൻ ചേട്ടനൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ആരൊക്കെയുണ്ട്? നമ്മുടെ ട്രക്കിയയിലൊക്കെ വരുന്ന നമ്മുടെ സിലിയ പോലത്തെ ചേട്ടന്മാര്, അവരൊക്കെ അവിടെ ഉണ്ട്. അവരെല്ലാവർക്കും ആരുണ്ട്? ഈ പറയുന്ന മ്യൂക്കസ് മെംബ്രെയിനും ഉണ്ട്. ട്രക്കിയയിലുള്ള സീലിയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അകത്തേക്ക് കയറുന്ന പൊടിപടലങ്ങൾ അവിടെ തന്നെ ക്രഷ് ചെയ്ത് അകത്തേക്ക് കയറാൻ സഹായിക്കാതെ ഇറക്കിവിടുന്നു. എടാ മോനെ, നീ ഇവിടെ മരിച്ചോ? നീ ഇവിടെ മരിച്ച് കിടന്നോടാന്ന് പറയാണ്. പിന്നെ നമ്മുടെ ലങ്സിലുള്ള മ്യൂക്കസുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ലങ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ലങ്സിലെ കയറ്റാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് മ്യൂക്കസ് മെംബ്രെയിനും ഊങ്ങി പറയുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അങ്ങനെ നമ്മുടെ ലങ്സും പ്രൊട്ടക്റ്റഡ് ആയി. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ നമ്മുടെ ലങ്സിന് ഈ പറയുന്ന മ്യൂക്കസ് മെംബ്രെയിൻ വേറെ കുറച്ച് സ്ഥലങ്ങളിൽ കൂടെ കാണുന്നുണ്ട്. നമ്മളുടെ ജെനിറ്റൽ റീജിയൻ അല്ലെങ്കിൽ നമ്മുടെ യൂറിറ്റൈൻ റീജിയനിൽ നമ്മുടെ എന്താ പറയാ, ഇപ്പൊ പെനിസിലായിക്കോട്ടെ, അതുപോലെ തന്നെ ഫീമെയിൽസിലാണെങ്കിൽ നമ്മുടെ വജൈനയിലായിക്കോട്ടെ, അവിടെ കുറെ യൂസ്ഫുൾ ആയിട്ടുള്ള ആരെ കാണാൻ പറ്റും? നമുക്ക് ഈ മ്യൂക്കസുകളെ കാണാൻ പറ്റും. അപ്പൊ എന്ത് പറ്റുന്നു? അങ്ങോട്ടേക്കുള്ള പാത്തോജൻസിന്റെ എൻട്രി അവര് വെച്ച് പൊറപ്പിക്കില്ല, അവര് സമ്മതിക്കത്തില്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനിയിപ്പോ നമ്മളുടെ ശരീരത്തില് മറ്റ് പ്രധാനപ്പെട്ട, നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു ഓർഗൻ ഉണ്ട്. അദ്ദേഹമാണ് ആര്? നമ്മുടെ സ്കിൻ അഥവാ ത്വക്ക് എന്ന് പറയുന്നത് അല്ലെ? ത്വക്കാണ് ഏറ്റവും വലിയ ഓർഗൻ. സെൻസ് ഓർഗനും ഒക്കെ ആരാണ്? നമ്മുടെ സ്കിന്നാണ്. ശരീരം ആകെ ആരുണ്ട്? നമുക്ക് തോലുകളുണ്ട്. ഈ തോലുകളുടെ പ്രത്യേകത എന്താണ്? സ്കിന്നിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്കിൻ പ്രധാനമായിട്ടും 2 ആൾക്കാരെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആരാണ്? സ്വെറ്റ് അല്ലേ? സ്കിന്നിൽ നിന്നും എപ്പോഴും പുറത്തേക്ക് വരുന്ന ഒരു ചേട്ടനാണ് ആര്? നമ്മുടെ വിയർപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വേറൊരു വ്യക്തിയുണ്ട്. ആരാണ്? സെബം അഥവാ സെബേഷ്യസ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെബം എന്ന് പറയുന്നത് അല്ലെ? ഇവരെങ്ങനെയാണ്? സ്വെറ്റ് എങ്ങനെയാണ്? ഒരു വാട്ടറി ഫോമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത ചൂട് കാലങ്ങളിൽ നമ്മൾ കുറേ വേർക്കും അല്ലെ? അപ്പോൾ ഈ വേർപ്പ് സ്കിന്നിൽ നിന്നും സ്കിന്നിൽ കാണുന്ന ചെറിയ രോമക്കുത്തുകൾ വഴി, ആ പോസുകൾ വഴി വെള്ളവും ആവശ്യമില്ലാത്ത സോൾസുകളും നമ്മുടെ ശരീരത്തിൽ നിന്നും പുറത്തു കളയാൻ സഹായിക്കുമ്പോൾ സെബം അഥവാ സെബേഷ്യസ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെബം എന്ത് ചെയ്യുന്നു? ഓയിലാണെങ്കിൽ ഇവിടെ വാട്ടർ ആണെങ്കിൽ ഇവിടെ ഓയിൽ, ഒരു മെഴുക്ക് അല്ലെങ്കിൽ ഒരു എന്താ പറയാ എണ്ണ പോലത്തെ എണ്ണമയം നമ്മുടെ ബോഡിക്ക് പ്രൊവൈഡ് ചെയ്ത് എന്ത് ചെയ്യുന്നു? ഈ
ഇപ്പൊ ഇങ്ങനെ കുറെ കുഴികളൊക്കെ ഉണ്ടാവും അല്ലെ നമ്മുടെ ബോഡിയിൽ, അപ്പൊ ഫേസിലൊക്കെ അല്ലെങ്കിൽ ശരീരത്തൊക്കെ. അപ്പൊ ഇവിടെയുള്ള ആൾക്കാരെയൊക്കെ ഈ സെബം എന്ത് ചെയ്യുന്നുണ്ടാ, പുറത്തേക്ക് ഇജക്ട് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ആര് നമ്മുടെ അക്വയർഡ് ഇമ്മ്യൂണിറ്റിയിൽ വരുന്ന. ഇവർക്ക് ആരാന്നറിയോ? അക്വയർഡ് ഇമ്മ്യൂണിറ്റി വരുന്ന നമ്മുടെ ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള പുറമേയുള്ള പ്രാഥമികമായിട്ടുള്ള അല്ലെങ്കിൽ ദ പ്രൈമറി ഇമ്മ്യൂണി റെസ്പോൺസ് ഇമ്മ്യൂണി സിസ്റ്റത്തിൽ വരുന്ന ആൾക്കാരാണ് ഈ പറഞ്ഞ ആൾക്കാരൊക്കെ. അതാണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ, നിങ്ങളുടെ പാഠപുസ്തകത്തിൽ നല്ല ഭംഗിയിൽ നമ്മുടെ ശരീരഭാഗങ്ങൾ ഓരോന്നായിട്ട് കാണിച്ചിരിക്കുന്നത്. കണ്ണായിക്കോട്ടെ, മൂക്കായിക്കോട്ടെ, ചെവി ആയിക്കോട്ടെ, പിന്നെ ലങ്സ് ആയിക്കോട്ടെ, നമ്മുടെ യൂറിറ്റൈൻ ട്രാക്റ്റ് ആയിക്കോട്ടെ, സ്കിൻ ആയിക്കോട്ടെ, എല്ലാം നമ്മൾ ഒറ്റ സെക്ഷനിൽ ഒറ്റ സ്ട്രെച്ചിൽ പഠിച്ചല്ലേ. ക്ലിയർ ആണല്ലോ? ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മക്കള് ഇവിടെ കമന്റ് ചോദിച്ചാൽ മതി. മിസ് ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് സമ്മപ്പാക്കി പറഞ്ഞുതരാം. നമ്മൾ ആരെയൊക്കെ കണ്ടു? ലൈസോസൈമിനെ കണ്ടല്ലേ. ലൈസോസൈം കണ്ണിലും ടിയറിലും കണ്ണുനീരിലും അതുപോലെ എവിടെയും കണ്ടു? നമ്മള് സലൈവയിലും കണ്ടു ആണല്ലോ. ഇനി രണ്ടാമതായിക്കോട്ടെ, രണ്ടാമത് നമുക്ക് ചെവിയിലേക്ക് വരാം. ചെവിയിൽ വരുന്ന ആളാരായിരുന്നു? വാക്സ് ആയിരുന്നു അല്ലെ. എവിടെയാ കണ്ടിരുന്നത്? ഇയറിലായിരുന്നു കണ്ടിരുന്നത് അല്ലെ. പിന്നെ നമ്മൾ ആരെയൊക്കെ കണ്ടു? മ്യൂക്കസിനെയും മ്യൂക്കസ് മെമ്പറൈനെയും കണ്ടു. മ്യൂക്കസ് മെമ്പറൈനെയും കണ്ടു. ഇവരെ നമ്മൾ എവിടെയൊക്കെ കണ്ടു? ലങ്സിൽ കണ്ടു, കണ്ടില്ലേ? യൂറിറ്റൈൻ ട്രാക്റ്റിൽ കണ്ടില്ലേ? കണ്ടു. പിന്നെ എവിടെ നമ്മൾ കണ്ടു? പിന്നെ നമ്മൾ കണ്ടത് എവിടെയൊക്കെയായിരുന്നടാ? നോസിൽ കാണുന്നില്ലേ? നോസിലാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത്. പിന്നെ നമ്മുടെ ഇൻറ്റസ്റ്റൈൻസുകളിൽ, നമ്മുടെ കുടൽമാലകളിൽ നമ്മൾ ആരെ കാണുന്നുണ്ട്? ഇൻറ്റസ്റ്റൈൻസിലും നമ്മൾ ആരെ കാണുന്നുണ്ട്? നമ്മുടെ ഈ പറയുന്ന മ്യൂക്കസ് ആൻഡ് മ്യൂക്കസ് മെമ്പറൈനെ കാണുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? പിന്നെ നമ്മൾ ആരെ കണ്ടു? നമ്മളുടെ സ്വെറ്റിനെയും സെബത്തിനെയും കണ്ടു. ഇവരെ നമുക്കൊന്ന് ഒതുക്കണമല്ലോ. നമ്മൾ ഒതുങ്ങ്. ഓക്കെ, പിന്നെ നമ്മൾ ആരെ കണ്ടാ? പിന്നെ നമ്മൾ മക്കളെ കുഞ്ഞതാക്കി കാണാൻ പറ്റില്ലേ? ഓക്കെ, ഒന്നും കൂടെ എന്താക്കാവേ. ഓക്കെ, പിന്നെ നമ്മൾ ആരെയൊക്കെ കണ്ടു? നമ്മുടെ സ്വെറ്റിനെയും സെബത്തിനെയും കണ്ടല്ലേ. സ്വെറ്റ് സെബത്തിനെയും കണ്ടു. ഇതെവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? സ്കിന്നിലാണ് അല്ലേ കാണുന്നത്. സ്കിന്നിൽ കാണുന്നുണ്ട്. പിന്നെ നമ്മൾക്ക് പ്രധാനമായിട്ട് പറയാൻ പറ്റുന്ന മറ്റ് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത്. കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ബാക്ടീരിയാസ് എവിടെയുണ്ട്? നമ്മുടെ യൂറിൻ ട്രാക്കറ്റിൽ കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ബാക്ടീരിയാസുകൾ, ഉപകാരികളായിട്ടുള്ള കുറച്ച് ബാക്ടീരിയാസുകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയുമാണ് എന്തിൽ വരുന്നത്. ഈ പറയുന്ന യൂസ്ഫുൾ ബാക്ടീരിയ യൂറിൻ ട്രാക്റ്റിൽ മാത്രമല്ല കാണുന്നത്, നമുക്ക് എവിടെയും കൂടി കാണാൻ പറ്റുന്നുണ്ട്. എവിടെയും കൂടി കാണാൻ പറ്റും? നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്റ്റിലും കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ദഹന പ്രക്രിയ നടത്തുന്ന അവിടെയും, അതുപോലെ തന്നെ നമ്മളുടെ യൂറിനേറ്റ് ചെയ്യുന്ന റീജിയൻസുകളിൽ, നമ്മുടെ യൂറിറ്റൈൻ ട്രാക്റ്റുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മൾ നമ്മുടെ പ്രൈമറി ആയിട്ടുള്ള രീതിയിൽ നോക്കി. ഓക്കെ, പ്രൈമറി റെസ്പോൺസുകളൊക്കെ നമ്മൾ നോക്കി. ഇപ്പം നമ്മുടെ വീടിന് പ്രധാനമായിട്ട് എന്തുണ്ടാവും? ഒരു ഗേറ്റ് ഉണ്ടാവുമല്ലോ. ഈ ഗേറ്റ് കടക്കാതെ ഒരാൾക്ക് നമ്മുടെ വീടിന്റെ പറമ്പിലേക്ക് എത്താൻ പറ്റുമോ? ഇല്ല. ആ ഗേറ്റ് ആയിട്ട് ആക്ട് ചെയ്ത ആളാണ് നമ്മളിപ്പോൾ പറഞ്ഞ പ്രൈമറി ഇമ്മ്യൂണി റെസ്പോൺസ്. ഓക്കെ, ഇയാളെ കടന്ന് എങ്ങാനും കള്ളന്മാരകത്ത് കയറി എന്ന് വിചാരിക്കാം. അപ്പൊ വീട്ടിൽ എന്തുണ്ട്? അടുത്ത സാധനം നമ്മുടെ ഡോറുണ്ട് അല്ലെ, മതിലുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ചും കൂടെ പ്രൊട്ടക്റ്റീവായിട്ട് നമ്മുടെ ബോഡീനെ സഹായിക്കുന്ന അടുത്ത സെറ്റ് ഓഫ് ഇമ്മ്യൂണി സിസ്റ്റമാണ് ഇത്. സെക്കൻഡറി ഇമ്മ്യൂണി സിസ്റ്റം എന്ന് വിളിക്കുന്നത് ആരാണ്? സെക്കൻഡറി ഇമ്മ്യൂണി സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് സെക്കൻഡറി ഇമ്മ്യൂണി സിസ്റ്റം നോക്കാം. ഓക്കെ, സെക്കൻഡറി ഇമ്മ്യൂണി സിസ്റ്റത്തിന് പറയുമ്പോൾ, സെക്കൻഡറി ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തിന് പറയുകയാണെങ്കിൽ, ഇവര് ശരീരഭാഗങ്ങളിൽ ഉപരി ഇവർ കാണുന്നത് നമ്മുടെ ബ്ലഡ്സുകളിലായിരിക്കും. ബ്ലഡ്സിൽ ഒരു പ്രധാനപ്പെട്ട സെൽ, പൊതുവെ ബ്ലഡിന് 2 ടൈപ്പ് സെൽസ് ആണല്ലോ ഉള്ളത്. പ്ലേറ്റ്ലെറ്റ്, WBC, RBC അല്ലെ. അതിൽ നമ്മുടെ WBC അഥവാ വൈറ്റ് ബ്ലഡ് സെൽസ് അഥവാ വെളുത്ത രക്തകോശങ്ങളാണ് നമ്മുടെ WBC എന്ന് പറയുന്നത്. ഇവരാണ് ഇവിടെ സെക്കൻഡറി ഇമ്മ്യൂണി സിസ്റ്റം ആയിട്ട് ആക്ട് ചെയ്യുന്ന ആൾക്കാർ. ഓക്കെ, അപ്പോൾ ഇതിൽ വരുന്ന പ്രധാനമായിട്ട് 5 WBCസുകൾ ഉണ്ട്. പക്ഷേ നമ്മളുടെ ഇമ്മ്യൂണി സിസ്റ്റത്തിൽ 4 WBCസുകളെ ആക്ട് ചെയ്യുന്നുള്ളൂ. 4 പ്രധാനപ്പെട്ട WBCസുകളെ ഇവിടെ ആക്ട് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ നമ്മളുടെ WBCകൾ ആരൊക്കെയാണെന്ന് അറിയോ? ഫസ്റ്റ് വൺ ആണ് ആര്? ന്യൂട്രോഫിൽ എന്ന് പറയുന്നത്. ന്യൂട്രോഫിൽ.
അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു വ്യക്തിയാണ് ഈസിനോഫിൽ എന്ന് വിളിക്കും. ആൻഡ് ദ തേർഡ് വൺ ആണ് മോണോസൈറ്റ്. ഓക്കെ, മോണോസൈറ്റ്. ആൻഡ് ലാസ്റ്റ് വൺ ആണ് ബേസോഫിൽ എന്ന് പറയുന്നത്. ഇത്രയും ആൾക്കാരാണ് സെക്കൻഡറി ഇമ്മ്യൂണോ സിസ്റ്റത്തിൽ വരുന്നത്. ഇതിലെ ഫസ്റ്റ് വൺ സാറിന് തൊട്ട് നമുക്ക് പഠിക്കാം. ദ ഫസ്റ്റ് വൺ ആണ് ആര്? ന്യൂട്രോഫിൽ എന്ന് പറയുന്നത്. ന്യൂട്രോഫിലിനെ സംബന്ധിച്ച് ഹീസ് ആക്ച്വലി ഒരു ഫുഡിയാണ്. ന്യൂട്രോഫിൽ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു ഫുഡി മനുഷ്യനാണ്. ഹി ഓൾവേസ് എൻഗൾഫ് ആൻഡ് പ്രൊഡ്യൂസ് കെമിക്കൽസ് എഗെയിനിസ്റ്റ്. ആർക്ക് എഗെയിനിസ്റ്റ് ആയിട്ട്? നമ്മുടെ പാത്തോജന് എഗെയിനിസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു? കെമിക്കൽസും പ്രൊഡ്യൂസ് ചെയ്യുന്നു, അവന്മാരെ വിഴുങ്ങുകയും ചെയ്യുന്നു. ക്ലിയർ ആണല്ലോ? ഈ കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം അവന്മാരെ വിഴുങ്ങും. ഇങ്ങനെ വിഴുങ്ങിയിട്ട് കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്ത് ഈ പറയുന്ന പാത്തോജൻസിനെ ആ സെല്ലിൽ നിന്നും നശിപ്പിച്ച് കളയുന്നു. ഇതാണ് ആര് ചെയ്യുന്നത്? നമ്മുടെ ന്യൂട്രോഫിൽ ചെയ്യുന്നത്. ഓക്കെ, ന്യൂട്രോഫിലിന്റെ ഷേപ്പ് ഒക്കെ നോക്കി ഏകദേശം ഇങ്ങനെയൊക്കെ ഇരിക്കും കേട്ടോ. അവരുടെ പടം നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ചിലപ്പോഴേ എക്സാംസിനൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ളൂ, എന്നാലും പഠിക്കുക. ഓക്കെ, മുഴക്കം വന്നിട്ട് പിന്നെ ഒരു ഡമ്പൽ പോലെ, പിന്നെ ഒരു മുഴക്കം പോലെ, ഇങ്ങനെയാണ് ആരിയ്ക്കുന്നത്? നമ്മുടെ ന്യൂട്രോഫിൽ ഇരിക്കുന്നത്. ഇനി നമ്മുടെ രണ്ടാമത്തെ ചേട്ടൻ, അദ്ദേഹമാണ് ആര്? ഈസിനോഫിൽ എന്ന് പറയുന്നത്. ഈസിനോഫിൽ ഈസ് ആക്ച്വലി ഹീസ് എ വളരെ കാം മൈൻഡഡ് ആയിട്ടുള്ള, വളരെ കാം ആൻഡ് വളരെ എന്താ പറയാ, വളരെ സ്വാദ് മനുഷ്യനാണ് ഈസിനോഫിൽ എന്ന് പറയുന്നത്. ഇദ്ദേഹം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ ന്യൂട്രോഫിൽ ചേട്ടൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന കെമിക്കൽസുകളിലെ ആ കെമിക്കൽസുകളെ എന്ത് ചെയ്യുന്നു? ഇദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത്? ന്യൂട്രലൈസ് ചെയ്യുന്നത്. ന്യൂട്രോഫിൽ എന്ന് പറയുമ്പോൾ ന്യൂട്രൽ ആണെന്ന് തോന്നും, ബട്ട് ഹീ ഈസ് റിയലി ആംഗ്രി ആൻഡ് വളരെ ഫുഡി ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ ഇദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യുന്ന കെമിക്കൽസുകളെ ന്യൂട്രലൈസ് ചെയ്യുകയും അങ്ങനെ എന്ത് ചെയ്യുന്നു? ന്യൂട്രലൈസ് ചെയ്ത് അവസാനം നമ്മുടെ പാത്തോജൻസുകളെ പോലെ ആക്ട് ചെയ്യുന്ന പാരാസൈറ്റ്സുകളെയും ഇവർ ഡിസ്ട്രോയ് ചെയ്യുന്നുണ്ട്. ഇവർ പ്രധാനമായിട്ടും പാരാസൈറ്റ്സുകളെയാണ് ഡിസ്ട്രോയ് ചെയ്യുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ നമ്മുടെ WBCനെ നോക്കുവാണെങ്കിൽ, മൂന്നാമത്തെ WBC ആരാണ്? മോണോസൈറ്റ്. ആ പേരിൽ തന്നെ ഉണ്ട്. ഹി ഈസ് സംതിങ് വിച്ച് ഈസ് ലൈക്ക് എ മോൺസ്റ്റർ. ഇദ്ദേഹം മറ്റവരെ പോലെ ചുമ്മാ വിഴുങ്ങി ചുമ്മാ കെമിക്കൽസ് ഇടുന്ന പരിപാടിയൊന്നുമല്ല. ഇയാൾക്ക് പിടിപ്പത് പണിയാ. ഇയാൾ എന്തൊക്കെ ചെയ്യുന്നു വെച്ചാൽ, ഇയാൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ഫോറിൻ ബോഡീസുകളില്ലേ നമ്മുടെ ശരീരത്ത്, ഒരു മിനിറ്റ് ഇട്ടോ മക്കളെ. ഓക്കെ, ഈ നമ്മുടെ ബോഡി കയറുന്ന ഫോറിൻ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഫോറിൻ ആയിട്ടുള്ള ചേട്ടന്മാരെ കൊന്നുകളയുന്നുണ്ട്. പിന്നെ നമ്മളുടെ ബോഡിക്ക് ആവശ്യമില്ലാത്ത ബാക്ടീരിയാസ്, അതുപോലെ തന്നെ ഡെഡ് സെൽസുകൾ, ഇവരെ എല്ലാവരെയും നൈസായിട്ട് തട്ടിക്കളയുകയും ഒപ്പം അതാ പറഞ്ഞ പിടിപ്പത് പണി. ഇത്രയും കാര്യങ്ങൾ നോക്കണം. ഒന്ന് നമ്മുടെ ശരീരത്തിൽ കയറിയ സാധാ ചേട്ടന്മാരെ, പിന്നെ പുറത്തുനിന്ന് വന്ന കുറേവന്മാരെ, പിന്നെ എന്ത് ചെയ്യുന്നു? ഏറ്റവും അവസാനം ഡെഡ് സെൽസുകൾ, എന്താ പറയാ, നമ്മുടെ ബോഡിക്ക് ആവശ്യമില്ലാത്ത സെൽസുകളെയും കൊന്നുകളയുന്നു. അവസാനം എന്ത് ചെയ്യുന്നുണ്ട്? അവസാനം ഇത് പോരാതെ ഇവിടെ തൊട്ടടുത്തുള്ള അതർ ഇമ്മ്യൂണോ സെൽസിനെ ഹീ സംതിങ് വിച്ച് ട്രിഗർ ചെയ്യും. എടാ ഞാൻ നിങ്ങളെ സ്റ്റിമുലേറ്റ് ചെയ്ത് തരുവാണ്, വേഗം അതർ ഇമ്മ്യൂണോ സിസ്റ്റംസിനെയൊക്കെ ഉണർത്തി വെച്ചോ എന്ന് പറഞ്ഞ് ഇദ്ദേഹം എന്ത് ചെയ്യുന്നു? ഹി വിൽ അലേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഹി വിൽ പ്രൊവൈഡ് എ മെസ്സേജ് ടു ദി അതർ ഇമ്മ്യൂണോ സിസ്റ്റത്തിനെ, ഇമ്മ്യൂണോ സെൽസുകളെ എന്ത് ചെയ്യുന്നു? സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ? സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? ഇനി നമ്മുടെ മോണോസൈറ്റ് ചേട്ടൻ കഴിഞ്ഞു. അടുത്ത ആളാണ് ആര്? അപ്പോൾ നമ്മൾ ആരെയൊക്കെ പഠിച്ചു? ഫസ്റ്റ് വൺ ആരായിരുന്നു? ന്യൂട്രോഫിൽ. ഈ കഴിപ്പുകാരനാണ്. പിന്നെന്താണ്? ഭയങ്കര ദേഷ്യക്കാരനാണ്. കെമിക്കലൊക്കെ അങ്ങനെ ചാട പറയിട്ട് കളയും. അദ്ദേഹത്തിനെ ന്യൂട്രലൈസ് ചെയ്യാൻ ഒരു ഈസിനോഫിൽ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് അടുത്തൊരു പ്രശ്നക്കാരൻ മോണോസൈറ്റ് എന്ന് പറയുന്നത്. ഇനി അവസാനത്തെ ആള് നമ്മളെ പിന്നെയും ഒരു സാധു മനുഷ്യനാണ്, നമ്മളുടെ ബേസോഫിൽ അല്ലേ. അപ്പോൾ ഈ ബേസോഫിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ആൾ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. എന്തിനാണ് ഇങ്ങനെ തല്ലുപിടിച്ച് വഴക്കുണ്ടാക്കുന്നേ? നമ്മളുടെ ശരീരത്തിന്, അതായത് നമ്മുടെ ബോഡിയാണല്ലോ അവരുടെ രാജാവ് എന്ന് പറയണേ. ആ രാജാവിന് മുറിവോ കാര്യങ്ങളോ പറ്റിയാൽ എന്ത് പറ്റുന്നു? ചോര അവിടെ നിന്ന് പൊടിയോ അല്ലേ? ചോര പൊടിയുന്നതിൻ്റെ ഭാഗമായിട്ട്
പെട്ടെന്ന് തന്നെ അവിടെ എന്ത് വേണം, നമുക്ക് ബ്ലഡ് ലോസ് മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ബ്ലഡിനെ ക്ലോട്ട് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ഈ ബ്ലഡ് ക്ലോട്ടിങ്ങിനെ സഹായിക്കുന്ന കെമിക്കൽ ആയിട്ടുള്ള ഹെപ്പാരിൻ അല്ലെ, ഹെപ്പാരിനെ അവിടെ റിലീസ് ചെയ്യാൻ, പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നു. അങ്ങനെ ബ്ലഡ് ക്ലോട്ടിങ്ങിനെ എന്ത് ചെയ്യുന്നു, സഹായിക്കുന്നു. ബ്ലഡിന്റെ ഒരുപാടുള്ള ഓവർഫ്ലോ എന്നും എന്താണ്, ബേസോഫില് അവിടെ സമ്മതിച്ചു കൊടുക്കൂല. ഓക്കെ, ബേസോഫിൽ അവിടെ സമ്മതിച്ചു കൊടുക്കൂല. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവുണ്ടായി. ഇങ്ങനെ ഇരുന്ന സ്കിൻ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ നല്ല ചുമന്ന് നല്ല വീർത്ത് ഇൻഫ്ലമേഷൻ ആയിട്ട് നീർക്കെട്ടായിട്ട് മാറുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഈ 4 WBCsകളും നമ്മുടെ ഇമ്മ്യൂണി സിസ്റ്റത്തിൽ ചെയ്യുന്ന ഓരോരോ കാര്യങ്ങളെ എല്ലാ പൊടിയന്മാരാ, പക്ഷേ അവന്മാര് ഭയങ്കര ആത്മാർത്ഥത ഉള്ളവന്മാരാ. ഇനി ഇവന്മാരൊക്കെ കൂടെ ചേർന്ന ഒരു പരിപാടിയുണ്ട്. അതാണ് അടുത്ത ടോപ്പിക് ആയിട്ടുള്ള ഫാഗോസൈറ്റോസിസ് എന്ന് വിളിക്കുന്നത്. ഫാഗോസൈറ്റോസിസ് അല്ലെ, ഫാഗോസൈറ്റോസിസ്. ഫാഗോ എന്താണ്? ഫാഗോ ആരാണ്? നമ്മുടെ പാത്തോജൻ അല്ലെ. പാത്തോജനെ നമ്മൾ എന്ത് ചെയ്യാണ്? സൈറ്റോസിസ്, അവയുടെ സെല്ലിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിസ്ട്രോയ് ചെയ്യുന്നു അഥവാ നശിപ്പിക്കുന്നു. ഫാഗോസൈറ്റോസിസ് നമ്മുടെ ബോഡി കയറിയ കീടാണു അല്ലെങ്കിൽ രോഗാണുവിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ക്രഷ് ചെയ്ത് കളയുകയാണ്. ഓക്കെ, ഇതെങ്ങനെ ക്രഷ് ചെയ്യുന്നത്? മിക്സിയിലിട്ട് കറക്കണ പോലെയാണോ? അല്ല. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ബോഡി പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ബോഡി ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഈ പറയുന്ന ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ബോഡി, ഒരു സെക്കൻഡ് മക്കളെ, ഇപ്പൊ നമ്മുടെ ബോഡിയുടെ സെല്ലെടുക്കാന്ന് വിചാരിച്ചോ. ഓക്കെ, സെല്ലെടുത്തു അല്ലെങ്കിൽ എല്ലാവരും സെല്ലെടുത്തു. അപ്പോൾ ഇവിടെ കുറെ റിസപ്റ്റേഴ്സുകളുണ്ട്. ഓക്കെ, നമ്മുടെ സെല്ലിന് ഒരു പ്രത്യേകത ഉണ്ട്. ആരെ വന്നാലും കയറ്റി വിടാനുള്ള എല്ലാ സാധനവും നമ്മുടെ സെല്ലിലുണ്ട്. പക്ഷെ നല്ലവനേതോ ചീത്തവൻ ഏതാണെന്നു ചില സമയത്ത് നമ്മുടെ ബോഡിക്ക് ഒരു ബോധം ഉണ്ടാവില്ല. അപ്പം എന്ത് പറ്റുന്നു? അപ്പം അങ്ങനെ ഇരിക്കെ ഇവൻ നമ്മുടെ ഈ മഞ്ഞ ഫാഗോസൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു വെടക്ക് ചെക്കൻ ഇവൻ എന്ത് ചെയ്യുന്നു? നമ്മുടെ ബോഡിയിൽ അടിപൊളി നല്ല സൂപ്പറായിട്ട് സെല്ലൊക്കെ ഇങ്ങനെ ഇരിക്കുക, ഒന്ന് കയറി പോയേക്കാന്ന് വിചാരിച്ച് ഇവൻ ഇങ്ങനെ ഇവരുടെ അടുത്തെത്തും. അപ്പം നമ്മുടെ സെല്ലിന് പക്ഷേ വേറെ പരിപാടിയാ. സെല്ലിൻ്റെ വിചാരം ലൈക്ക് പാത്തോജൻ്റെ വിചാരം സെല്ലൊരു മണ്ടനാണെന്നാണ്. പക്ഷെ അങ്ങനെയല്ല. അപ്പം എന്ത് ചെയ്യുന്നു? ഇമാരി ഇങ്ങനെ ആകർഷിക്കും. എടാ നീ കയറിക്കോ, ഇവിടെ ആരുമില്ല, നീ കയറിക്കോ എന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് നമ്മുടെ ഈ പാത്തോജൻ എന്ത് ചെയ്യുമെന്നറിയോ? നമ്മുടെ ഈ പാത്തോജൻ അകത്തോക്ക് കയറും. എന്ത് ചെയ്യും? പാത്തോജൻ അകത്തേക്ക് കയറി. അകത്തേക്ക് കയറുന്ന പാത്തോജൻ ആരാണ്? പാത്തോജൻ. ഇത് പാത്തോജൻ. ഇവനാരാണ്? ഒരു മിനിറ്റ് ടാടാ. ഇവനാണ് ആര്? നമ്മുടെ റിസപ്റ്റേഴ്സ് അല്ലേ. റിസപ്റ്റേഴ്സ്, ഗ്രാഹികൾ അല്ലേ. സെല്ലില് നമ്മുടെ കോശത്തിലുള്ള കോശഗ്രാഹികളാണ്. ഇവരിങ്ങനെ പറയും വാ 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 എന്ന് പറഞ്ഞ് ഇങ്ങനെ ഈ പാത്തോജൻ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. അപ്പൊ എന്ത് ചെയ്യും? ഈ പാത്തോജൻ ഇത് കൊള്ളാലോ, എന്നാ കയറിയേക്കാം, കുറച്ചൊന്ന് ഇത്തിരി അസുഖമൊക്കെ കൊടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് ഇവനൊരു പണി കൊടുക്കാം എന്ന് പറഞ്ഞ് കയറും. കയറി കഴിയുമ്പോഴാണ് അപ്പോഴൊക്കെ പാത്തോജൻ ഭയങ്കര ഹാപ്പിയാണേ. അങ്ങനെ ഇരിക്കെ പാത്തോജൻ വിചാരിക്കും, ഓ ഇവിടെ ഒരുത്തൻ ഇരിപ്പുണ്ടല്ലോ, അപ്പോൾ ഇവിടെ ഒരുത്തൻ ഇരിപ്പുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് പുള്ളി വിചാരിക്കും ഇതാണ് ശരിക്കുള്ള സെല്ലെന്ന് പറഞ്ഞ് ഇയാൾ എന്ത് ചെയ്യും? ഇയാൾ മെല്ലെ മെല്ലെ ഇങ്ങനെ അകത്തോട്ട് കയറും. ഓക്കെ, അകത്തോട്ട് കയറും. ഇങ്ങനെ അകത്തോട്ട് കയറിയതിൻ്റെ ഭാഗമായി ഇദ്ദേഹം ഇപ്പം ഇതിൻ്റെ ഉള്ളിലായി. അയ്യോ ഒരു മിനിറ്റ് ട്ടാളാ. ഇയാളിപ്പോൾ എങ്ങനെയായി? ഇതിൻ്റെ ഉള്ളിലായി മാറി അല്ലേ. അപ്പം ഇയാളുടെ വിചാരം എന്താ? ഇതാണ് സെല്ല്, ഞാൻ ഇവിടെ ഇവന് പണി കൊടുക്കാൻ വന്നിരിക്കുകയാണ് എന്നുള്ള സെറ്റപ്പിൽ ഇയാൾ അകത്ത് കയറിയിരിക്കും. ഇങ്ങനെ അകത്ത് കയറിയിരിക്കുന്ന ഈ കൂടിൻ്റെ ഈ ഒരു ട്രാപ്പിൻ്റെ പേരാണ് എന്ത്? ഫാഗോസോം എന്ന് വിളിക്കുന്നത്. എന്താണ്? ഫാഗോസോം. ആരാണ്? ഫാഗോസോം. ഓക്കെ, അപ്പോൾ ഈ ഫാഗോസോം എന്ത് ചെയ്യുന്നു വെച്ചാൽ, അപ്പോൾ ഫാഗോസോം ഇങ്ങനെ ആളുടെ മൈൻഡിൽ എന്താ? നീ ചിരിക്കി, എത്രത്തോളം ചിരിക്കുന്നു ഇപ്പം കാണിച്ചു തരാമെന്ന് പറയും. അപ്പോഴാണ് നമ്മളുടെ പാത്തോജൻ ചേട്ടന് മനസ്സിലാവുന്നത് ആൾക്ക് ഒരു അക്കിടി പറ്റി, ആള് നല്ല സ്ഥലത്തല്ല വന്നിരിക്കുന്നേ എന്ന് മനസ്സിലായി. ആൾക്ക് ടെൻഷൻ ആവാൻ തുടങ്ങും. അയ്യോ എന്നുള്ള ഒരു മൈൻഡ് ആവും. അപ്പോൾ ഈ പറയുന്ന ഫാഗോസോമിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ഇതാണ് ഫാഗോസോം, ഇത് പാത്തോജനാണ്. അപ്പോൾ ഫാഗോസോമിൻ്റെ ഉള്ളിൽ ഇവിടെ നിന്ന് പാത്തോജൻ ഓടി ഇവിടെ എത്തുമ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്തായിരിക്കും? അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നമ്മുടെ ഫാഗോ ലൈസോസോം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ പാത്തോജനെ നമ്മൾ എന്ത് വിളിക്കുന്നു? പാത്തോജൻ എന്ന് വിളിക്കുന്നു. ഇതിൻ്റെ ഉള്ളിൽ ഒരാളുണ്ട്, ഫാഗോസോം. അപ്പോൾ ഈ ഫാഗോസോമും പാത്തോജനും കൂടി ചേരുമ്പോൾ ഇവിടെ
ഇത് ഫാഗോസോം. ഇവർ രണ്ടുപേരും കൂടി ചേർന്ന ഈ ഫാഗോസോമിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അവരെ നമ്മൾ എന്ത് വിളിക്കും? ഫാഗോ ലൈസോസോം എന്ന് വിളിക്കും. എന്താണ്? ഇപ്പൊ ഇത് എന്തായി മാറി? ഫാഗോസോമായി മാറി. ഇനി എന്താ പ്രശ്നം പറ്റണേന്ന് പറഞ്ഞാൽ ഫാഗോ ലൈസോസോം ആയിട്ടില്ല, ഇപ്പൊ ആകും, ഇപ്പൊ പ്രശ്നത്തിലാവും, ഇപ്പൊ പെട്ടുപോകും അവര്. ഓക്കെ, അപ്പൊ ഇത് ഇങ്ങനെ ഉള്ളിൽ സെറ്റായി പെട്ടിരിക്കുകയാണ്. ഓക്കെ, ഇവിടെ ഇരുന്നപ്പോ ഇവൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഇവന് പണി മനസ്സിലായി. അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ ഇപ്പുറത്തൊരു വളരെ ഭീകരനായിട്ടുള്ള, വളരെ എന്താ പറയാ, വളരെ ലൈക്ക് ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനുണ്ട്. അയാളാണ് ആര്? ലൈസോസോം. ലൈസോസൈം അല്ല, ലൈസോസോം. ഓക്കെ, ലൈസോസോം. ഓക്കെ, ഇദ്ദേഹത്തിന്റെ ബോഡിയിൽ കുറേ കെമിക്കൽസുകളുണ്ട്. എന്തുണ്ട്? കുറേ കെമിക്കൽസുകളുണ്ട് കേട്ടോ. കുറേ കെമിക്കൽസ്, നല്ല രീതിയിൽ, നല്ല ഉഗ്ര രീതിയിലുള്ള കെമിക്കൽസുകളുണ്ട്. അപ്പൊ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇദ്ദേഹം മെല്ലെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇയാളുടെ ഉള്ളിലോട്ട് കയറും. ഓക്കെ, ഇയാളുടെ ഉള്ളിലോട്ട് കയറിയ ആരുണ്ടാവത്ത്? ഈ പാത്തോജൻ ഉണ്ട്. അവസാനം ഈ പാത്തോജന് മനസ്സിലായി, അയ്യോ ഞാൻ പെട്ടെന്ന്. അപ്പോൾ ഈ ഫാഗോസോമിന്റെ ഉള്ളിലിരിക്കുന്ന ഒരു പാർട്ടിക്കിളാണിത്. അപ്പൊ ഈ ഫാഗോസോമിന്റെ ഉള്ളിൽ ഇയാള് വന്ന് കയറിയപ്പോൾ അതെന്താ? ഫാഗോ ലൈസോസോമായി മാറി. ഓക്കെ, ഫാഗോസോം ഇവിടെ ഉണ്ട്, ഉള്ളിൽ കയറി. പിന്നെ ഇയാളും കൂടെ, അപ്പൊ ഇവിടെ ആരൊക്കെ ഉണ്ട്? ഇപ്പൊ പാത്തോജൻ ഉണ്ട്, ഇയാളുണ്ട്, ലൈസോസോം ഉണ്ട്. അപ്പോ ഇങ്ങനെ വന്നപ്പോ ഇതെന്തായി മാറി? ഫാഗോ ലൈസോസോമായി മാറി. ഇത് ഫാഗോസോം. ഉള്ളിൽ കയറിയപ്പോ പാത്തോജനും കൂടെ അവിടെ വന്നു, അത്ര ഓർത്താൽ മതി. ഓക്കെ, പാത്തോജനും കൂടി ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അത് എന്തായി മാറി? ഫാഗോ ലൈസോസോമായി മാറി. ഓക്കെ, പാത്തോജൻ ഇവിടെ ഉണ്ട്, പിന്നെ ഫാഗോസോമിന്റെ പാർട്ടിക്കിൾ ഇവിടെ ഉണ്ട്, പിന്നെ ആരുണ്ട്? കെമിക്കൽസിന് വേറെ കളർ കൊടുക്കാം കേട്ടോ. കെമിക്കൽസുകൾ, ലൈസോസോംസുകൾ ഇവിടെ ആയി. അവസാനം ഇവനെ അങ്ങ് ക്രഷ് ചെയ്ത് കളഞ്ഞ് എന്ത് ചെയ്യുന്നറിയോ? ക്രഷ് ചെയ്ത് കളഞ്ഞപ്പോൾ ഇപ്പൊ എന്തായി? ഇതിൻ്റെ ഉള്ളിൽ ആര് മാത്രമേ ഉള്ളൂ? പാത്തോജൻസിന്റെ കുറെ വേസ്റ്റസുകളും അതുപോലെ തന്നെ ഈ കെമിക്കൽസുകളും. ഒരു മിനിറ്റ്, കെമിക്കൽസുകളും ഈ പാത്തോജൻസിന്റെ വേസ്റ്റ്. മഞ്ഞ പാത്തോജൻ, പർപ്പിൾ ആരാണ്? ലൈസോസോം ആണ് അല്ലേ? ആ കെമിക്കൽസുകളാണ്. അവസാനം ഇവന്മാരെ ക്രഷ് ചെയ്ത് കളഞ്ഞു. ഇനി ഇവന്മാരെ വെച്ചോണ്ടിരിക്കേണ്ട ആവശ്യമുണ്ടോ? അവന്മാരെ കൊന്നു കളഞ്ഞു. ഇനി മെല്ലെ ഇവന്മാരുടെ വേസ്റ്റുകൾ എന്ത് ചെയ്യുന്നു? ബോഡിയുടെ പുറത്തേക്ക്, സെല്ലിന്റെ പുറത്തേക്ക് എന്ത് ചെയ്യുന്നു? ഡെബറീസുകള്, വേസ്റ്റുകൾ പുറത്തേക്ക് എന്താ ഇജക്ട് ചെയ്ത് കളയുന്നു, ആവശ്യമില്ലാത്തതിനൊക്കെ പറഞ്ഞു വിടുന്നു. അങ്ങനെ എന്തായി? നമ്മുടെ സെല്ല് പഴയ പോലെ എന്തായി മാറി? ഇവിടെ ഒരു പാത്തോജനും കയറിയിട്ടില്ല, ഇങ്ങനെ ഒരു കാര്യമേ ഉണ്ടായിട്ടില്ല, ഇങ്ങനെ ഒരു കാര്യം ഒന്നും നടന്നിട്ടില്ല. അവസാനം നമ്മുടെ സെല്ലും റിസപ്റ്ററും കാര്യങ്ങളും പാത്തോജൻ പിന്നെ വഴിക്കേ വരത്തില്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇതാണ് നമ്മുടെ ഫാഗോസൈറ്റോസിസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ക്ലിയർ. ഇനി ഈ ഫാഗോസൈറ്റോസിസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട 2 സെൽസുകൾ, WBCസുകളാണ്. ആര്? നമ്മുടെ ന്യൂട്രോഫിലും മോണോസൈറ്റും. ഒരു മിനിറ്റ്, ആരൊക്കെയാണ്? ഫാഗോസൈറ്റോസിസിൽ ഏർപ്പെടുന്ന 2 ആൾക്കാരാണ് ന്യൂട്രോഫിലും മോണോസൈറ്റും. മോണോസൈറ്റ്. ഓക്കെ, ന്യൂട്രോഫിൽ ആൻഡ് മോണോസൈറ്റ്. ക്ലിയർ ആണല്ലോ? ഈ 2 ആൾക്കാരാണ് എവിടെ വരുന്നത്? നമ്മുടെ ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്ന ഈ ഒരു പ്രക്രിയയിൽ നടക്കുന്ന 2 ആൾക്കാർ. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇനി നമ്മൾ അടുത്തത് നോക്കുന്നത് നമ്മളുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ നമ്മുടെ ബോഡി അതെങ്ങനെ ആക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ ബോഡി അതെങ്ങനെ മനസ്സിലാക്കി തരുന്നു എന്നുള്ള ടോപ്പിക്കാണ്. അതാണ് ഇത് ഇമ്മ്യൂണി റെസ്പോൺസ് എന്ന് നമ്മൾ വിളിക്കും. ആരാണ്? ഇമ്മ്യൂണി റെസ്പോൺസ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ബോഡിയിൽ ഇപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങൾ കണ്ടല്ലേ. ഇനി നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം ഒരു റെസ്പോൺസ് കാണിക്കും. അത്തരത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു റെസ്പോൺസ് ആണ് ഇത് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് എന്ന് പറയുന്നത്. അതായത് എന്താ? നമ്മുടെ ശരീരത്തിൽ ഒരു നീർക്കെട്ട് അല്ലെങ്കിൽ ഒരു തടിപ്പ് ഫോം ചെയ്യുന്നതാണ് എന്ത്? ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? എന്താണ് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ്? എന്താണ് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ്. ഓക്കെ, ഈ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു മുറിവോ കാര്യങ്ങൾ ഉണ്ടാവുന്നു, അപ്പോൾ കുറച്ച് സെൽസ് വന്ന് അവിടെ റിപ്പയർ ചെയ്യുന്നു, പിന്നെ അവിടെ ഒരു തടുപ്പുണ്ടാവുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കിയാലോ? അപ്പോൾ നമുക്ക് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് നോക്കാം.
ഇൻഫ്ലമേഷൻ നമ്മൾ പറഞ്ഞല്ലേ, ജസ്റ്റ് എന്തൊരു മുറിവ് വരുന്നു, അപ്പം എന്ത് പറ്റുന്നു, കുറച്ച് ആൾക്കാരൊക്കെ അവിടെ വന്ന് ഓടി വന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, അതിൻ്റെ ഭാഗമായിട്ട് അവിടെ കുറേ ആൾക്കൂട്ടം വരുന്നു, ഒരു തടുപ്പുണ്ടാവുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രശ്നമാണ് എന്ത്, നമ്മൾക്ക് കയ്യിൽ എന്തെങ്കിലും ഒരു നമ്മുടെ കൈ മുറിയുന്നോ ബേഴ്സ്ഡ് ആകുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും മുറിവ് സംഭവിക്കുന്നു, നമുക്ക് ഇഞ്ചറി കൊടുക്കാം, ഇഞ്ചറി ആക്കി കളയാം നമ്മുടെ കൈ. ഓക്കെ, നമ്മുടെ കയ്യിൽ ഒരു മുറിവ് വന്നു അല്ലെ, ഇഞ്ചറി അഥവാ മുറിവ് വന്നു. ഈ മുറിവ് വരുന്നതിന്റെ ഭാഗമായിട്ട് എന്ത് പറ്റോടാ, അയ്യോ കൈ പറഞ്ഞേന്ന് പറഞ്ഞ് നമ്മ ഇങ്ങനെ കഴിയുമല്ലേ, എന്ത് പറ്റും, അവിടെ നമ്മളുടെ സെല്ലിൽ ഒരു അല്ലെങ്കിൽ സ്കിന്നിൽ ഒരു ഗ്യാപ്പ് വരും അല്ലെ. ഈ ഗ്യാപ്പ് വരുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ പെട്ടെന്ന് തന്നെ നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ്ഡ് ആവുന്ന രണ്ടാൾക്കാരാണ് ആര്, ഹിസ്റ്റാമീനും മറ്റ് കെമിക്കൽ പാർട്ടിക്കിൾസും. ഇതാരാ പ്രൊഡ്യൂസ് ചെയ്യുന്നേ, നമ്മുടെ ലാസ്റ്റ് WBC നമ്മ പഠിച്ച നമ്മുടെ ബേസോഫിൽ ചേട്ടനല്ലേ, ബേസോഫിൽ ഈ രണ്ട് സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് രണ്ട് കണ്ടീഷൻസ് വരുന്നുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ പാത്തോജൻസുകൾ അകത്തേക്ക് കയറാനും, രണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലഡ് പുറത്തേക്ക് പോവാനും പ്രശ്നമാവുന്നു. അപ്പോൾ രണ്ടാമത്തെ പ്രശ്നം നമ്മൾ സോൾവ് ചെയ്തു. എന്താ, പെട്ടെന്ന് തന്നെ ബേസോഫിൽ ഹിസ്റ്റാമിനും മറ്റ് കെമിക്കൽ സബ്സ്റ്റൻസുകളും അവിടെ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അപ്പോൾ നമ്മുടെ ആദ്യത്തെ പ്രശ്നമായിട്ടുള്ള പാത്തോജനെ നമ്മൾ ഇനി എങ്ങനെ സോൾവ് ചെയ്യും? എന്ന് പറഞ്ഞാൽ ഇപ്പൊ മുറിവ് വന്നു അല്ലേ. പാത്തോജൻസ് അകത്ത് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഹിസ്റ്റാമിനും കാര്യങ്ങളൊക്കെ ഇല്ലേ, ഇവർ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്ന ബ്ലഡ് വെസൽസ് സ്വാഭാവികമായിട്ടും വണ്ണം വയ്ക്കാൻ തുടങ്ങുമല്ലോ, വലുതാകാൻ തുടങ്ങുമല്ലോ. ഇങ്ങനെ വലുതാകാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ബോഡിക്ക് മനസ്സിലാവും, അയ്യോ എന്തോ പണി കിട്ടിയിട്ടുണ്ട്, എല്ലാം കൂടി വലുതാവുന്നു, ഒരുപാട് ബ്ലഡ് ഫ്ലോ കൂടുന്നു, എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ടെന്ന് ആർക്ക് സിഗ്നൽ കിട്ടും? നമ്മുടെ ന്യൂട്രോഫിൽസുകൾക്കും മോണോസൈറ്റ്സുകൾക്കും പിടികിട്ടും. അവരാണല്ലോ പ്രധാനമായിട്ടും ആരെയൊക്കെ ഉപദ്രവിക്കുന്നത്. ഫോറിൻ പാർട്ടിക്കിൾസ് വന്നാൽ ആര് നോക്കിക്കോളും? നമ്മുടെ മോണോസൈറ്റ് നോക്കും അല്ലെ, മോണോസൈറ്റ് അല്ലെ, ക്ലിയർ ആണല്ലോ. പിന്നെ ഏതവനെങ്കിലും അകത്ത് കയറിയ അവനെ തിന്നാൻ ഫുഡി ആയിട്ടുള്ള എൻഗൾഫ് ചെയ്യാൻ ആരുണ്ട്? ന്യൂട്രോഫിലും നോക്കിക്കോളും. ഇങ്ങനെ ഈ രണ്ട് ചേട്ടന്മാരും അകത്ത് കയറാൻ പോകുന്ന പാത്തോജൻസിനെ ബ്ലോക്ക് ചെയ്യുന്നു. അപ്പൊ രണ്ടാമത്തെ കാര്യം സോൾവ് ആയി അല്ലെ. അങ്ങനെ നമ്മുടെ ബ്ലഡ് ഫ്ലോയും കൂടി, ബ്ലഡ് പ്രഷറും കൂടി, ഈ പറയുന്ന WBCകളും വന്ന് അവസാനം തുടക്കത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന ബ്ലഡ് വെസൽസുകളിൽ സാധാ നമ്മുടെ പതിവിലും ബ്ലഡ് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുന്നു. പിന്നെ നമ്മുടെ WBC ചേട്ടന്മാർ ഇങ്ങനെ കൂടി വന്ന് അവസാനം അവിടെ എന്താവും? അവിടെ ചെറിയ ബ്ലഡ് വെസൽസുകളൊക്കെ വലുതാവുമ്പോൾ നമ്മുടെ സെൽസ്, നമ്മുടെ സ്കിന്നും ജസ്റ്റ് ഒന്ന് ഹൈറ്റ് ഇൻ ദ സെൻസ് ഒന്ന് മുഴക്കം വെക്കും, ഒരു ഇൻഫ്ലമേഷൻ വരും. പിന്നെ എന്താകും? അവിടെ നല്ല റെഡ് കളറായി മാറും അല്ലെ. ബ്ലഡ് സെൽസുകൾ അവിടെ കുമിഞ്ഞു കൂടുമ്പോൾ അവിടെ എന്ത് പറ്റുന്നു? റെഡ് കളർ ആവുന്നു. പിന്നെ പ്രധാനമായും ഹിസ്റ്റാമിൻസ് ബ്ലഡ് അവിടെ ക്ലോട്ട് ആക്കുന്നു. ഇതാണ് നമ്മുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട ഇമ്മ്യൂൺ റെസ്പോൺസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? ഇഞ്ചറി വന്നു, കൈ മുറിഞ്ഞു. ഉടനെ തന്നെ ഹിസ്റ്റാമിനും കെമിക്കൽസ് സബ്സ്റ്റൻസുകളൊക്കെ ആര് പ്രൊഡ്യൂസ് ചെയ്യും? ബേസോഫിൽ ചേട്ടൻ വന്ന് പ്രൊഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ അത് പ്രൊഡ്യൂസ് ചെയ്തു, ആരും ആയിക്കോട്ടെ. അപ്പോൾ തന്നെ ആദ്യ പ്രോബ്ലം സോൾവ് ആയി. ചോര ഇനി ഒഴുകത്തില്ല, പുറത്തോക്ക് പോവില്ല അധികം. പക്ഷെ അകത്തോക്ക് ഒരുത്തം വരും, പാത്തോജൻ. അയാളെ നശിപ്പിക്കാനായിട്ട് രണ്ട് ചേട്ടന്മാരുണ്ട്, മോണോസൈറ്റും ന്യൂട്രോഫിലും. ഇവരിങ്ങനെ കൂടുമ്പോൾ അല്ലെങ്കിൽ ബ്ലഡ് ഫ്ലോ കൂടുമ്പോൾ ഇവന്മാർ വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റുന്നു? നേരെ വിഴുങ്ങുന്നു, നേരെ നശിപ്പിക്കുന്നു, പരിപാടി തീർക്കുന്നു. ഇത്രേ ഉള്ളൂ ഇമ്മ്യൂൺ റെസ്പോൺസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു കാര്യമാണ്. അപ്പോൾ ഇമ്മ്യൂൺ റെസ്പോൺസ് എന്താണെന്ന് നമുക്കൊക്കെ മനസ്സിലായല്ലോ. ഫസ്റ്റ് എന്താ വരുന്നത്? ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇഞ്ചുറി സംഭവിച്ചു അല്ലേ. ഇഞ്ചുറി സംഭവിച്ചതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ബോഡിയിൽ ഹിസ്റ്റാമിനും അതുപോലെ തന്നെ കെമിക്കൽ സബ്സ്റ്റൻസുകളും അവിടെ പ്രൊഡ്യൂസ്ഡ് ആവുന്നു അല്ലെ. കെമിക്കൽ രാസവസ്തുക്കൾ അവിടെ പ്രൊഡ്യൂസ്ഡ് ആവുന്നു. ഇങ്ങനെ പ്രൊഡ്യൂസ് ആവുന്നതിന്റെ ഭാഗമായി എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ശരീരത്തിൽ എന്ത് പറ്റുന്നു? ബ്ലഡ് വെസൽസുകൾ, രക്തക്കുഴലുകൾ എന്താവുന്നു? ഡൈലേറ്റഡ് ആവുന്നു. രക്തക്കുഴലുകൾ ഡൈലേറ്റ്സ് ആവുമ്പോൾ ബ്ലഡ് പ്രഷർ അവിടെ കൂടുന്നില്ലേ? രക്തസമ്മർദ്ദം അവിടെ കൂടുന്നു. രക്തസമ്മർദ്ദം കൂടുന്നതിന്റെ ഭാഗമായി ആരോടി വരുന്നു? നമ്മുടെ മോണോസൈറ്റും അതുപോലെ തന്നെ നമ്മുടെ ന്യൂട്രോഫിലും ഓടി വരുന്നു. അവര് വന്നിട്ട് എന്ത് ചെയ്യുന്നു? പാത്തോജൻ അങ്ങ് വിഴുങ്ങുന്നു, പാത്തോജൻ അങ്ങ് നശിപ്പിക്കുന്നു അല്ലെ. പാത്തോജനെ വിഴുങ്ങുന്നു, കെമിക്കൽസുകളും ഉണ്ട് അല്ലെ.
അവരെന്ത് ചെയ്യുന്നു? എൻഗൾഫ് ആൻഡ് ഡിസ്ട്രോയ് അല്ലേ, ഡിസ്ട്രോയ് ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായി നമ്മുടെ ശരീരത്തിൽ ഒരു ഇൻഫ്ലമേഷൻ, ഒരു തടിപ്പും വളരെ റെഡ് കളറായിട്ടുള്ള ഒരു ചുമന്ന ഒരു കളറും അവിടെ ഫോം ചെയ്യുന്നു. ഇതാണ് എന്ത്? ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ശരീരത്തിൽ കാണിക്കുന്ന മറ്റൊരു ഇമ്മ്യൂണറി റെസ്പോൺസ്, പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പനി അഥവാ ഫീവർ എന്ന് പറയുന്നത്. അതെങ്ങനെയാ മിസ്സേ? പനി ഒരു രോഗമല്ലേ? പനി ഈസ് നോട്ട് ആക്ച്വലി ഒരു രോഗം. അതെന്താന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ രോഗത്തിന് കാരണമാകുന്ന പാത്തോജൻസ് നമ്മുടെ ശരീരത്തിനകത്തേക്ക് കയറുമ്പോൾ നമ്മുടെ ശരീരത്തിൽ പൈറോൺസുകൾ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യും. പൈറോജൻ. പൈറോജൻസ് എന്ന് പറയുന്ന ഒരു ചേട്ടനെ അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. ഈ ചേട്ടൻ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഒരു വല്ലാത്തൊരു സഫോക്കേഷൻ ഫീൽ ചെയ്യും. നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യുമെന്നറിയോ? അയ്യോ ഇതവനോ കയറി പൈറോൺസുകൾ ക്ലൂ തന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യുമെന്നറിയോ? നമ്മുടെ ബ്രെയിൻ ട്രിഗർ ചെയ്യും. ആരെ? ബോഡീനോട് പറയും, എടാ ഇവിടെ ഏതവനോ കയറിയിട്ടുണ്ട്, വേഗം തീയിട് എന്ന് പറഞ്ഞ് നമ്മുടെ ശരീര താപനില അഥവാ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ അവിടെ എന്ത് ചെയ്യും? നമ്മുടെ ബോഡി ടെമ്പറേച്ചർ അവിടെ കൂട്ടും. നമ്മുടെ ബോഡി ടെമ്പറേച്ചർ അവിടെ എന്ത് ചെയ്യും? കൂട്ടിക്കളയും. അങ്ങനെ ബ്രെയിൻ ട്രിഗറായി, ട്രിഗർ എന്ന് വായിക്കണേ. ട്രിഗർ ചെയ്യും. അപ്പോൾ ബ്രെയിൻ ട്രിഗർ ചെയ്യുമ്പോൾ എന്ത് പറ്റുന്നു? നമ്മുടെ ബോഡി ടെമ്പറേച്ചർ അഥവാ ശരീര താപനില അവിടെ എന്ത് ചെയ്യുന്നു? കൂട്ടുന്നു. ഇങ്ങനെ കൂട്ടുന്നതിൻ്റെ ഫലമായാണ് നമ്മൾക്ക് എന്ത് സംഭവിക്കുന്നത്? നമ്മുടെ ബോഡിയിൽ പനി വന്നു എന്ന് പറയുന്നത്. പക്ഷേ ആക്ച്വലി അത് പനി വന്നതല്ല, വരാൻ അതായത് നമ്മുടെ ശരീരത്തിന് കൊള്ളൂല്ലാത്ത പാത്തോജൻസുകളെ ജസ്റ്റ് ഒന്ന് തീ കാണിച്ച് പേടിപ്പിക്കുന്നത് പോലെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി പേടിപ്പിക്കുന്നതേ ഉള്ളൂ. ഇങ്ങനെ ചൂടാക്കുമ്പോൾ എന്താണ് ഈ ബോഡി ടെമ്പറേച്ചർ ഉയരുക എന്ന് പറഞ്ഞാൽ, നോർമലി ഒരു മനുഷ്യന്റെ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 37 ഡിഗ്രി അഥവാ 98.6 ഫാരൻഹീറ്റ് എന്ന് പറയുന്ന ചൂടാണ് വരേണ്ടത്. പക്ഷേ ഈ താപനിലക്ക് ഉപരി പോകുമ്പോഴാണ് എന്ത് പറ്റുന്നത്? ഒരു വ്യക്തിക്ക് പനി എന്ന് നമ്മൾ പറയണത്. അപ്പൊ ഇതാണ് എന്ത്? ഫീവർ അഥവാ പനി എന്ന് നമ്മൾ വിളിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇവരുടെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ കുറെ കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂണറി സിസ്റ്റത്തിന് എന്ത് ചെയ്യുന്നു? ഇമ്മ്യൂണറി സിസ്റ്റത്തിനെ കുറച്ചും കൂടെ ബലവത്താക്കുന്നു, കുറച്ചും കൂടെ എന്താ പറയാ ഒരു ഇതൊക്കെ കൊടുക്കുന്നു, ഒരു സപ്പോർട്ട് കൊടുക്കുകയാണ് അല്ലേ. പിന്നെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഒരു പാത്തോജൻസിനെ കൊന്നുകളയുന്നു അല്ലേ. പാത്തോജൻസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കുന്നു, പാത്തോജൻസിനെ നശിപ്പിക്കുന്നു. പിന്നെ എന്താ ചെയ്യുന്നത്? പാത്തോജൻസിനെ നശിപ്പിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ നേരത്തെ പറഞ്ഞതുപോലെ ഇമ്മ്യൂണറി സിസ്റ്റത്തിനെ കുറച്ചും കൂടെ എൻഹാൻസ്, ഇത്രയും കൂടെ കൂട്ടാൻ സഹായിക്കുന്നു. ആൻഡ് നമ്മുടെ ബോഡിയിൽ കയറുന്ന പാത്തോജൻസുകളെ ക്വിക്കിലി കൊല്ലാൻ സഹായിക്കുന്നു. പാത്തോജൻസിനെ ക്വിക്കിലി കൊല്ലാനാണ് സഹായിക്കുന്നത്, ചുമ്മാ അല്ല, പെട്ടെന്ന് തന്നെ നശിപ്പിക്കാൻ സഹായിക്കുന്നു. ആൻഡ് അനദർ തിങ് ഈസ് ദാറ്റ് നമ്മുടെ ബോഡിയിൽ പാത്തോജൻ കയറുമ്പോൾ എന്ത് പറ്റുന്നു? നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളെ ബോഡി ടെമ്പറേച്ചർ ബ്രെയിൻ വഴി കൂട്ടും അല്ലേ. അങ്ങനെ എന്ത് സംഭവിക്കുന്നു? അത്രയും കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ പാത്തോജൻ എന്തായി? നശിപ്പിക്കപ്പെട്ടു. അവസാനം ആ വന്ന ബോഡി ടെമ്പറേച്ചർ അതുപോലെ പോകുന്നു, നമ്മുടെ പനി വിട്ടുമാറുന്നു. സോ ദാറ്റ്സ് ഓൾ എന്ത്? ഫീവർ എന്ന് പറയുന്നത് അഥവാ പനി എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ ശരീരത്തിൽ മറ്റ് പ്രധാനപ്പെട്ട വേറൊരു ഇമ്മ്യൂണറി സിസ്റ്റമാണ്. മുറിവിലൂടെ ഉണ്ടാകുന്ന ഇമ്മ്യൂണറി സിസ്റ്റം കണ്ടു, ചൂട് കയറ്റി ആളെ കൊല്ലുന്ന കാര്യം കണ്ടു. ഇനി നമുക്ക് വേറൊരു കാര്യം കാണാം. അതാണ് നമ്മുടെ ബ്ലഡ് ക്ലോട്ടിംഗ് എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചേട്ടനാണ് ആര്? ബ്ലഡ് എന്ന് പറയുന്നത്. ഈ ബ്ലഡ് നമ്മുടെ ശരീരത്തിൽ നിന്നും ഒരുപാട് ലൂസ് ചെയ്യാൻ സമ്മതിക്കാൻ പാടില്ല. ലോസ് ചെയ്യാൻ നമ്മൾ സമ്മതിക്കരുത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ബ്ലഡ് ഫ്ലോയിനെ പ്രിവെന്റ് ചെയ്യുന്നു. പ്രിവെന്റിങ് ഓഫ് ബ്ലഡ് ഫ്ലോ ആണ് എന്ത്? പ്രിവെന്റിങ് ഓഫ് ബ്ലഡ് ഫ്ലോ ആണ് പ്രിവെന്റിങ് ഓഫ് ബ്ലഡ് ഫ്ലോ ആണ് നമ്മുടെ ബ്ലഡ് ക്ലോട്ടിംഗ് എന്ന് പറയുന്ന പരിപാടി. പ്രിവെന്റിങ് ഓഫ് ബ്ലഡ് ഫ്ലോയിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ് അഥവാ ബ്ലഡ് ക്ലോട്ടിംഗ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കിയാലോ? അപ്പൊ നമുക്ക് ബ്ലഡ് ക്ലോട്ടിംഗ് നോക്കാം അല്ലേ. ആദ്യമേ ബ്ലഡ് ക്ലോട്ടിംഗ് നടക്കണമെങ്കിൽ എന്ത് വേണം? ഒരു മുറിവ് വേണം, അല്ലെങ്കിൽ ഒരു ഇഞ്ചുറി വേണം അല്ലേ. ഈ ഇഞ്ചുറി സംഭവിക്കുമ്പോൾ ഇൻഫ്ലമേറ്ററി റെസ്പോൺസിൽ നമ്മൾ എന്താ കണ്ടേ? ഒരാൾ പെട്ടെന്ന് വരും, ഹെപ്പാറിൻ അല്ലേ എന്ന് പറയുന്നത് പോലെ നമ്മളുടെ ബോഡിയിൽ ഒരു മുറിവ് സംഭവിച്ചു, ഒരു ഇഞ്ചുറി സംഭവിച്ചു. നേരെ നമ്മുടെ ബ്ലഡ്സിലുള്ള പ്ലേറ്റ്ലെറ്റ്സുകളില്ലേ, പ്ലേറ്റ്ലെറ്റ്സുകൾ ഒരു എൻസൈം പ്രൊഡ്യൂസ് ചെയ്യും. ആ എൻസൈമാണ് ഇത്? ത്രോംബോപ്ലാസ്റ്റിൻ എന്ന് പറയുന്ന ചേട്ടൻ.
ത്രോംബോപ്ലാസ്റ്റിൻ. ഓക്കെ, ത്രോംബോപ്ലാസ്റ്റിൻ എന്ന് പറയുന്ന ആള്. ഇയാള് പിന്നീട് ഒരു പ്രോട്ടീനേഷ്യസ് ആയിട്ടുള്ള ഒരു ആളായിട്ട് മാറും. അയാളാണ് ആര്? പ്രോത്രോംബിൻ എന്ന് പറയുന്നത്. പ്രോത്രോംബിൻ. ഈ പ്രോത്രോംബിൻ പിന്നീട് ത്രോംബിനായിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇതൊരു എൻസൈമാണ്. ഈ എൻസൈം പിന്നീട് ഒരു പ്രോട്ടീൻ ആയിട്ടുള്ള പ്രോത്രോംബിനായിട്ട് മാറുന്നു. ഈ പ്രോത്രോംബിൻ പിന്നീട് കൺവേർട്ടഡ് ആവുന്നത് അവിടെ നിന്ന് പോയി എന്തായി മാറി? ത്രോംബിനായി മാറുന്നു. അവസാനം ഈ ത്രോംബിൻ പിന്നെ തിരിഞ്ഞ് നോൺ പ്രോട്ടീൻ ആയിട്ടുള്ള ഒരാളായി മാറുന്നു. അയാളാണ് ആര്? ഫിബ്രിനോജൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഫിബ്രിനോജൻ. ആരാണ്? ഫിബ്രിനോജൻ. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഒരു ഇഞ്ചുറി സംഭവിക്കുന്നു. ഇഞ്ചുറി സംഭവിക്കുമ്പോൾ നമ്മളുടെ ബ്ലഡ് പ്ലേറ്റ്ലെറ്റ്സുകൾ എന്ത് ചെയ്യുന്നു? ഒരു പ്രധാനപ്പെട്ട എൻസൈം ആയിട്ടുള്ള ത്രോംബോപ്ലാസ്റ്റിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അയാൾ ഒരു പ്രോട്ടീനേഷ്യസ് ആയിട്ടുള്ള നമ്മുടെ പ്രോത്രോംബിനായിട്ട് കൺവേർട്ടഡ് ആവുന്നു. പിന്നീട് ഈ പ്രോത്രോംബിൻ ത്രോംബിനായി മാറുകയും ത്രോംബിൻ പിന്നെയും ഒരു നോൺ പ്രോട്ടീൻ ആയിട്ടുള്ള മറ്റൊരാളായിട്ടുള്ള ഫിബ്രിനോജൻ ആയിട്ട് മാറുന്നു. ഈ ഫിബ്രിനോജൻ പിന്നെ ഒരു മെഷ് പോലെ ആക്ട് ചെയ്യുന്ന നമ്മുടെ ഇയാളാണ് പ്രധാനപ്പെട്ട ആള്. അയാളാണ് ആര്? ഫിബ്രിൻ ഫൈബേഴ്സ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഫിബ്രിൻ ഫൈബേഴ്സ്. ഇദ്ദേഹം നമ്മളുടെ ശരീരത്തിൽ, നമ്മുടെ സ്കിന്നിൽ ഒരു മെഷ് പോലെ ആക്ട് ചെയ്തിട്ട് നമ്മുടെ ബോഡിയിൽ നിന്നും പുറത്തേക്ക് പോകാൻ ശ്രമിക്കുന്ന ബ്ലഡിനെ തടയുകയും അകത്തേക്ക് കയറാൻ വരുന്ന പാത്തോജൻസുകളെ എന്ത് ചെയ്യുന്നു? റെസ്ട്രിക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ബ്ലഡ് ക്ലോട്ടിങ്ങിൽ നടക്കുന്നത്. എന്താണ്? ഇഞ്ചുറി സംഭവിക്കുന്നു, പ്ലേറ്റ്ലെറ്റ്സ് ഒരു എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്നു. അയാളാണ് ത്രോംബോപ്ലാസ്റ്റിൻ. അയാൾ പിന്നീട് ഒരു പ്രോട്ടീൻ ആയിട്ടുള്ള പ്രോത്രോംബിനായി മാറുന്നു. അദ്ദേഹം പിന്നീട് കൺവേർട്ട് ചെയ്ത് ത്രോംബിനായി മാറുന്നു. ത്രോംബിൻ പിന്നീട് ഒരു നോൺ പ്രോട്ടീൻ ആയിട്ടുള്ള ഫിബ്രിനോജൻ എന്ന് പറയുന്ന ഒരാളായി മാറുന്നു. ഫിബ്രിൻ ഫൈബേഴ്സ് ആയി മാറി ഒരു മെഷ് പോലെ ആക്ട് ചെയ്ത് അധികം ബ്ലഡ് പുറത്തേക്ക് കളയാതിരിക്കുകയും പിന്നെ നമ്മുടെ പാത്തോജൻസ് അകത്തേക്ക് കയറാതിരിക്കുകയും ഒരു ഗ്രില്ല് പോലെ ആക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു മെഷ് പോലെ ആക്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഇമ്മ്യൂണോ റെസ്പോൺസ് ആണ് ഏത്? വൂണ്ട് ഹീലിംഗ് എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മുടെ ശരീരം കാണിക്കുന്ന ഒരു പ്രതിരോധ സംവിധാനങ്ങളാണ്. അതിൽ മറ്റൊന്നാണ് വൂണ്ട് ഹീലിംഗ് അഥവാ മുറി ഉണക്കൽ എന്ന് പറയുന്നത്. വൂണ്ട് ഹീലിംഗ് അല്ലെ? വൂണ്ട് എന്താണ്? മുറിവ് അല്ലെ? വൂണ്ട് ഹീലിംഗ്, ഉണക്കൽ. വൂണ്ട് ഹീലിംഗ്, ഉണക്കുക എന്ന് പറയും അല്ലെ? അപ്പോൾ ഈ വൂണ്ട് ഹീലിംഗ് എങ്ങനെയാണ് സംഭവിക്കുന്നത്? അതിനൊരു വൂണ്ട് വേണമല്ലോ, ഒരു മുറിവ് വേണമല്ലോ. ആ മുറിവ് നേരത്തെ ഉണ്ടായി. അപ്പോൾ ഈ വൂണ്ട് നമുക്കിനി ഉണങ്ങണം അല്ലെ? ഇഞ്ചേർഡ് ആയിട്ടുള്ള ഭാഗം മെഷ് പോലെ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് എന്തായിട്ടാണ് നമ്മൾ വിളിക്കുന്നത്? വൂണ്ട് അഥവാ മുറിവ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ആണല്ലോ? ക്ലിയർ ആണല്ലോ? അങ്ങനെ വൂണ്ട് ആവുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ നമ്മുടെ ആ ബ്ലഡ് ക്ലോട്ടും ഇൻഫ്ലമേഷനും ഫോം ചെയ്യുമല്ലോ. മെഷൊക്കെ ക്രിയേറ്റഡ് ആയി. അപ്പൊ എന്ത് പറ്റുന്നു? അവിടെ ബ്ലഡ് ക്ലോട്ടായി, ഒപ്പം ഒരു ഇൻഫ്ലമേഷനും വന്നു. എന്തുകൊണ്ടിട്ടാണ്? നമ്മുടെ ന്യൂട്രോഫിലും മോണോസൈറ്റും പിന്നെ നമ്മുടെ ന്യൂട്രോഫിലൊക്കെ ഓടിയെത്തി. അപ്പൊ കുറെ ആൾക്കാരായി. അപ്പൊ ചുമചുമാതിരിക്കും അല്ലെ? അപ്പൊ അവിടെ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്? ഒന്നെന്ന് പറഞ്ഞാൽ ഇൻഫ്ലമേഷൻ, പിന്നെ എന്താ സംഭവിക്കുന്നത്? ഇൻഫ്ലമേഷനും അതുപോലെ തന്നെ നമ്മുടെ റെഡ്നെസ് അല്ലെ? ബ്ലഡ് ക്ലോട്ട് ആവുന്നുണ്ട്. ബ്ലഡ് ക്ലോട്ടും അവിടെ സംഭവിച്ചു. ഈ രണ്ട് കാര്യങ്ങളാണ് ഈ ഒരു സെക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പിൽ സംഭവിക്കുന്നത്. അവസാനം കുറച്ച് കഴിയുമ്പോൾ അവിടെ പുതിയ ന്യൂ ടിഷ്യൂസുകൾ വരും. പുതിയ ടിഷ്യൂസുകൾ. ന്യൂ ടിഷ്യൂസ് വർ ഫോം ദർ. ഇങ്ങനെ ടിഷ്യൂസുകൾ ഫോം ചെയ്യുമ്പോൾ രണ്ട് രീതിയിലാവാം. മേ ബി അവർ കണക്റ്റീവ് ടിഷ്യൂസുകൾ വെച്ചിട്ടാണ് ഫോം ചെയ്യുന്നതെങ്കിൽ കണക്റ്റീവ് ടിഷ്യൂസ് വെച്ചിട്ട്, അപ്പോൾ ഈ ടിഷ്യൂസുകൾ വന്നതിന് അർത്ഥം എന്താ? അവിടെ നമ്മുടെ സ്കിന്നൊക്കെ മൂടി കുറച്ച് നാളാകുമ്പോൾ പുതിയ ടിഷ്യൂസുകളൊക്കെ വന്ന് ഡെഡ് സെൽസുകളൊക്കെ പോയി. അവിടെ രണ്ട് രീതിയിലാവാം. ഒന്നുകിൽ ആ മുറിവിൽ, ഈ വൂണ്ടിൽ സ്കാർ വരാം, അല്ലെങ്കിൽ അവിടെ എന്ത് വരില്ല? സ്കാർ വരത്തില്ല. ഇപ്പൊ സ്കാർ വന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മളുടെ ബോഡിയിൽ ആ മുറിവ് ഉണക്കിയത് അല്ലെങ്കിൽ ബോഡി റിപ്പയർ ചെയ്തത് കണക്റ്റീവ് ടിഷ്യൂസ് വെച്ചായതുകൊണ്ടായിരിക്കണം. കണക്റ്റീവ് ടിഷ്യൂസ് വെച്ചായതുകൊണ്ടായിരിക്കും എന്ത് സംഭവിച്ചത്? അവിടെ നമ്മളുടെ ശരീരത്തിലുണ്ടായ മുറിവില് പാട് വരുന്നത് അല്ലെ? മുറിവ് സംഭവിച്ചു,
മുറിവ് ഉണങ്ങി അല്ലേ, വൂണ്ട് ഹീലായി കഴിഞ്ഞാൽ അവിടെ പാട് വന്നാൽ, സ്കാർ വന്നാൽ, ദാറ്റ് മീൻസ് അവിടെ ആര് വന്നാൽ റിപ്പയർ ചെയ്തേ? കണക്റ്റീവ് ടിഷ്യൂസ് വന്നിട്ടാണ് റിപ്പയർ ചെയ്തത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പ്രൈമറി ഇമ്മ്യൂണോ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഇമ്മ്യൂണോ റെസ്പോൺസുകളിൽ നമ്മൾക്ക് പറയാൻ പറ്റുന്നത്. പ്രൈമറി ഇമ്മ്യൂൺ സിസ്റ്റം പഠിച്ചു, അതിന് ഇമ്മ്യൂണോ റെസ്പോൺസുകൾ പഠിച്ചു. ഇനി നമുക്ക് നമ്മുടെ കുറച്ച് മറ്റൊരു കാര്യം, ഇത്രയും ഇതിൽ വരുന്ന ഇനേറ്റ് ഇമ്മ്യൂണിറ്റിയിൽ വന്ന കാര്യങ്ങളാണ്. ഇനി നമുക്ക് പഠിക്കാൻ പോകുന്ന രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഇമ്മ്യൂണിറ്റി, രണ്ടാമത്തെ ഘട്ടമല്ല, രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഇമ്മ്യൂണിറ്റി ആണ് ആരാണ്? ആർജിത ഇമ്മ്യൂണിറ്റി അഥവാ ഏതാണ്? നമ്മുടെ അക്വയർഡ് ഇമ്മ്യൂണിറ്റി. നമ്മളുടെ ജീവിത സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ ജീവിതത്തിലൂടെ ലൈക്ക് ആഫ്റ്റർ ബർത്തിന് ശേഷം നമ്മളുടെ പ്രയത്നത്തിലൂടെ നമുക്ക് കിട്ടുന്ന ഇമ്മ്യൂണിറ്റിയാണ് ഇത് അക്വയർഡ് ഇമ്മ്യൂണിറ്റി അഥവാ ആർജിത ഇമ്മ്യൂണിറ്റി. ആർജിത പ്രതിരോധം. ഓക്കെ, ആർജിത പ്രതിരോധ സംവിധാനം. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ അത് നമ്മളുടെ ശരീരത്തിൽ തന്നെ ഉണ്ടായി, ശരീരത്തിൽ തന്നെ മെച്ചുവേർഡ് ആവുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ആ അക്വയർഡ് ഇമ്മ്യൂണിറ്റിനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അക്വയർഡ് ഇമ്മ്യൂണിറ്റിയിൽ പ്രധാനമായും എന്താ പറയുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കാണുന്ന ഒരാളെന്ന് പറഞ്ഞാൽ ഇത് എപ്പോഴാണ്? ആഫ്റ്റർ ബർത്ത് ആണ് അല്ലേ, നമ്മളുടെ ജനനത്തിന് ശേഷം നമുക്ക് കിട്ടുന്നതാണ്. ആഫ്റ്റർ ബർത്ത്. ആഫ്റ്റർ ബർത്ത് കിട്ടുന്ന ആളാണ് ആര്? അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്ന് നമ്മൾ വിളിക്കുന്നത് അല്ലേ, അക്വയർഡ് ഇമ്മ്യൂണിറ്റി. ഓക്കെ, ബർത്തിന് ശേഷം കിട്ടുന്നതാണ്. ഇവരെ പ്രധാനമായും ഇങ്ങനെ താങ്ങിക്കൊണ്ടു പോകുന്നത് അല്ലെങ്കിൽ ഇതിനെ ക്യാരി ഔട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ആര്? ലിംഫോസൈറ്റ് എന്ന് വിളിക്കുന്നത്. ലിംഫോസൈറ്റ്. ഓക്കെ, ലിംഫോസൈറ്റ്സ് അല്ലേ. ഈ ലിംഫോസൈറ്റ്സിന്റെ പേരിൽ തന്നെ ഉണ്ടല്ലേ, ഇത് എവിടെയായിരിക്കും കാണുക? ലിംഫിലായിരിക്കും കാണുക. അപ്പോൾ ലിംഫോസൈറ്റ്സ് ലിംഫിലാണ് കാണുന്നത്. പക്ഷേ വേറൊരു പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ ലിംഫോസൈറ്റ്സ് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒന്നെന്ന് പറഞ്ഞാൽ ബി ലിംഫോസൈറ്റും, രണ്ടെന്ന് പറഞ്ഞാൽ ടി ലിംഫോസൈറ്റും. ബി ലിംഫോസൈറ്റിന്റെ പ്രത്യേകത നോക്കുകയാണെങ്കിൽ ബി ലിംഫോസൈറ്റ് ഉണ്ടാകുന്നതും മെച്യൂർഡ് ആവുന്നതും ഒരു സ്ഥലത്താണ്. ആൻഡ് ഹീസ് ബി ഫോർ ബോൺ മാരോ എന്ന് നമ്മൾ വിളിക്കും. ഓക്കെ, ബോൺ മാരോ. രണ്ടാമനെ ഒന്ന് ഞാൻ താഴെ ഇറക്കുവാണേ, ഇവിടെ വരൂ. ഓക്കെ, അവൻ പോയി. ഓക്കെ, അപ്പോൾ ബി ലിംഫോസൈറ്റിനെ സംബന്ധിച്ച് ഇറ്റ്സ് പ്രൊഡ്യൂസ് ആവുന്നത് അല്ലെങ്കിൽ ഫോം ചെയ്യുന്നത് എവിടെയാണ്? ബോൺ മാരോയിലാണ്. ബോൺ മാരോയിൽ തന്നെയാണ് അവർ എന്ത് നടക്കുന്നത്? അവർ ഫോം ചെയ്യുന്നതും ബോൺ മാരോയിലാണ്, മെച്യൂർഡ് ആവുന്നതും ബോൺ മാരോയിലാണ്. അതേസമയം നമ്മുടെ രണ്ടാമത്തെ ടി ലിംഫോസൈറ്റിനെ സംബന്ധിച്ച് ടി ലിംഫോസൈറ്റ് കുറച്ച് എന്താ പറയുക, ആള് കുറച്ച് ഇൻഡിപെൻഡൻ്റ് ആണ്. ആൾ ഉണ്ടായത് ഇതുപോലെ ബോൺ മാരോയിൽ തന്നെയാണ്, ബട്ട് ആള് മെച്യൂർഡ് ആയത് ഓക്കെ അപ്പുറത്തേത് അല്ലേ. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ആളായിട്ടുള്ള ബി ലിംഫോസൈറ്റ്, ടി ലിംഫോസൈറ്റ്. ഓക്കെ, ടി ലിംഫോസൈറ്റിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ആള് ഫോം ചെയ്യുന്നത് ബോൺ മാരോ തന്നെയാണ് ആള് ഉണ്ടായത്. പക്ഷേ ആള് വലുതായപ്പോൾ ആള് വന്നത് എവിടെയാണെന്നറിയോ? T4 തൈമസ്, നമ്മളുടെ ഇവിടെയുള്ള ഗ്ലാൻഡ് അല്ലേ, തൈമസ് ഗ്ലാൻഡിലാണ് അദ്ദേഹം എന്തായത്? മെച്യൂർഡ് ആയത്. ഫോം ചെയ്തത് ബോൺ മാരോയിലും മെച്യൂർഡ് ആയത് എവിടെയാണ്? നമ്മളുടെ തൈമസ് ഗ്ലാൻഡിലാണ്. ഓക്കെ, തൈമസിലാണ് മെച്യൂർഡ് ആയത്. ദാറ്റ്സ് വൈ ഇറ്റ്സ് നോൺ ആസ് ഏത് ടി ലിംഫോസൈറ്റ് എന്നും ബി ലിംഫോസൈറ്റ് എന്നും പേര് വന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി ഇവർ രണ്ടുപേരും ചെയ്യുന്ന കാര്യം കൂടെ നമുക്ക് നോക്കിയാൽ നമ്മുടെ ഈ സെക്ഷൻ തീരും കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇവർ ചെയ്യുന്ന ഫങ്ഷൻസ് അല്ലെങ്കിൽ ഇവരുടെ പ്രധാനപ്പെട്ട പ്രവർത്തനം എന്താണെന്ന് നോക്കാം അല്ലേ. അപ്പോൾ ബി ലിംഫോസൈറ്റിനെ സംബന്ധിച്ച് ബി ലിംഫോസൈറ്റ് അദ്ദേഹം പ്രധാനമായിട്ട് ചെയ്യുന്നത് അദ്ദേഹം നമ്മുടെ ബോഡി കയറുന്ന ആൻറ്റിജൻസുകൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആൻറ്റിബോഡീസുകൾ പ്രൊഡ്യൂസ് ചെയ്യുക എന്നതാണ് അദ്ദേഹം ചെയ്യുന്ന പരിപാടി. ഹി വിൽ പ്രൊഡ്യൂസ് എന്ത് ചെയ്യുന്നു? ഹി വിൽ പ്രൊഡ്യൂസ് ആൻറ്റിബോഡീസ് എഗെയിൻസ്റ്റ് the antigen that entering into our body and produce antibodies against antigen. അതേസമയം നമ്മുടെ ടി ലിംഫോസൈറ്റ് എന്ന് പറയുമ്പോൾ ഹീസ് ആക്ച്വലി ഡൂയിങ് ദ സെയിം തിങ് ആണെന്ന് വിചാരിക്കും, പക്ഷെ അങ്ങനെയല്ല. അയാൾ എന്ത് ചെയ്യണമെന്ന് ആണ്, പക്ഷെ അല്ല. ഓക്കെ,
ടി ലിംഫോസൈറ്റിനെ സംബന്ധിച്ച് ടി ലിംഫോസൈറ്റ് എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ കയറുന്ന ഇൻഫെക്റ്റഡ് സെൽസുകൾ, എന്ത് സെൽസുകളാണ്? ഇൻഫെക്റ്റഡ് സെൽസുകൾ ലൈക്ക് എന്താ പറയുക, ഡാമേജ് ആയിട്ടുള്ളോ അല്ലെങ്കിൽ നമ്മുടെ ക്യാൻസറസ് സെൽസുകളെ കണ്ടുപിടിക്കുന്നു. ക്യാൻസർ സെൽസുകളെ കണ്ടുപിടിച്ച് എന്താക്കുന്നു? ക്യാൻസർ സെല്ലിനെ കണ്ടുപിടിച്ച് ഇവർ രണ്ടുപേരും ഇൻഫെക്റ്റഡ് സെല്ലിനെയും ക്യാൻസർ സെല്ലിനെയും കണ്ടുപിടിച്ച് ഐഡന്റിഫൈ ആൻഡ് കിൽ ദം. ഓക്കെ, ഐഡന്റിഫൈ ആൻഡ് കിൽ ദം. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഇത് ബി ലിംഫോസൈറ്റും ടി ലിംഫോസൈറ്റ്സുകൾ എന്ന് പറയുന്നത്. ഇത് രണ്ടുമാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഐഡന്റിഫൈ ആൻഡ് ഡിസ്ട്രോയ് ദ ഇൻഫെക്റ്റഡ് സെൽസ് ആൻഡ് നമ്മുടെ ക്യാൻസർ സെൽസ് ആൻഡ് ഡിസ്ട്രോയ് ദം ഓർ കിൽ ദം. പിന്നെ എന്താ, കൊല്ലാൻ സഹായിക്കുന്ന ക്യാൻസർ സെൽസ് ഒരു പരിധി വരെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ലെങ്കിലും നമുക്ക് അങ്ങനെ അനുമാനിക്കാം. ഓക്കെ, ബി ലിംഫോസൈറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ദ ആൻറ്റിജൻസ് വിച്ച് വർ എൻറ്റർ ഇൻ ടു അവർ ബോഡി, നമ്മുടെ ബോഡി കയറുന്ന ഏത് പാത്തോജൻ ആയിക്കോട്ടെ അവർക്ക് എഗെയിൻസ്റ്റ് ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നതാണ്. അപ്പോൾ ഈ ക്ലാസ്, ഇന്നത്തെ ക്ലാസ് ഇത്രേ ഉള്ളൂ. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.